Good morning. So, we discuss next 36 section 36 36 subsection 1 clause 9 36 subsection 1 clause 9 expenses on promotion of family planning of employees. Okay. So eligible assessee so the company assessees only for company. So that means where assessees where persons and 36 subsection 1 clause 9 expenses promotion of family planning of employees expenditure on dial company ki maatrame endu kittullu allowed as deduction. So where aarkum thanne deduction aayittu kittilla. Company, so eligible deduction endaanallu nokkam. So expenses on family planning of employees. So idinallo namukku deduction kittunnathu. So നമ്മൾ രണ്ട് രീതിയിൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകാം. സോ ഏതൊക്കെ ടൈപ്പ് ആണ് എക്സ്പെൻഡിച്ചർ ഉള്ളത്? ഒന്നുകിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകാം. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ വിത്തൗട്ട് എനി ലിമിറ്റ് 100% ഡിഡക്ഷൻ ആണ്. വിത്തൗട്ട് എനി ലിമിറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അലൗഡ് in 5 equal installments. So മൊത്തം കിട്ടും, നമുക്ക് കിട്ടും. പക്ഷേ എന്താണ്, ഒറ്റയടിക്ക് ഫുൾ ആയിട്ട് കിട്ടില്ല. 5 വർഷത്തേക്കായിട്ടാണ് കിട്ടുന്നത്. അലൗഡ് ആസ് ഡിഡക്ഷൻ in 5 years. Okay, in 5 years. So equal installments ആയിട്ടാണ് കിട്ടുന്നത്. 5 equal installments. Clear? Yes, sir. Then next one. Section 36 subsection 1 clause 15 and clause 16. Security transaction tax, or second one commodity transaction tax. So ഇങ്ങനെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സോ അല്ലെങ്കിൽ കമോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സോ പേ ചെയ്താൽ എംപ്ലോയർക്ക് അത് ഡിഡക്ഷൻ ആയിട്ട് അലൗഡ് ആണോ, അല്ലെങ്കിൽ എൻഡിറ്റിക്ക്, ബിസിനസ് എൻഡിറ്റിക്ക് അത് ഡിഡക്ഷൻ ആണോ എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കയറി വരുന്നതാണ് എക്സാം. ഇറ്റ് ഈസ് allowed as deduction. It is allowed as deduction if assessee held shares or units or commodities as stock in trade. എന്താണ് ഇതിന്റെ മീനിങ്? സോ അതായത് അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഷെയർസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ കമോഡിറ്റീസ് വിൽപ്പനയാണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് നോർമലി വിറ്റിട്ടാണ് അവർക്ക് ഇൻകം ഉണ്ടാക്കുന്നത്. സോ അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ട്രേഡിങ്, ഷെയർ വിൽക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കമോഡിറ്റീസ് വിൽക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് അവരുടെ എന്താണ് ഡയറക്ട്ലി അവരുടെ ബിസിനസ്സുമായിട്ട് ആപ്ലിക്കബിൾ ആകുന്ന എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? ഷെയർ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അല്ലെങ്കിൽ കമോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. സോ ഇങ്ങനെയുള്ള ബിസിനസ്സുകാർക്ക് ദാറ്റ് മീൻസ് ഈ പറയുന്ന കമോഡിറ്റി അല്ലെങ്കിൽ ഷെയർസോ യൂണിറ്റോ അവരുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്, ദാറ്റ് മീൻസ് അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണ് ഇത് എങ്കിൽ അവർക്ക് എന്ത് കിട്ടും എന്ന് പറയുന്നത് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഈ പറയുന്ന രണ്ട് ടാക്സും അലൗഡ് ആസ് ഡിഡക്ഷൻ ആണ്. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് 36 മെയിൻ ആയിട്ടുള്ളത്. സോ ഇതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ്, ദെൻ ബാഡ് ഡെറ്റ്സ്, ദെൻ ഇത് കയറി വരാറുണ്ട്, ദെൻ ഫാമിലി പ്ലാനിങ്. ഇതൊക്കെയാണ് ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ ഒരു വലിയ പ്രോബ്ലത്തിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് കയറി വരുന്നത്.
സോ നമ്മൾ ഏതൊക്കെ സെക്ഷൻസ് ഡിസ്കസ് ചെയ്തു പറയാമോ? സെക്ഷൻ 29 പ്രകാരം നമ്മൾ പറഞ്ഞു ബിസിനസിന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? സെക്ഷൻ 30 to 43D സെക്ഷൻസ് കൺസിഡർ ചെയ്തിട്ടാണ്. സോ അതിൽ സെക്ഷൻ 30 നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ Pgbp സെക്ഷൻസ് സെക്ഷൻ 30 ഡിസ്കസ് ചെയ്തു. ഇതാണ് സെക്ഷൻ 30. സെക്ഷൻ 30 Building related expenditure. Section 31 plant and machinery and furniture. Plant and machinery and furniture. Expenses in relation to plant and machinery. Then most important section, section 32 depreciation. So അതിൽ തന്നെ നമ്മൾ രണ്ട് മൂന്ന് സെക്ഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എൻഹാൻസ് ഡിപ്രീസിയേഷൻ. ഈ സെക്ഷൻ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A. ദെൻ സെക്ഷൻ 38 പറഞ്ഞു. ദെൻ സെക്ഷൻ 32 സബ്സെക്ഷൻ 2 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യല്ലേ. എന്തായിരുന്നു അത്? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ. സോ സെക്ഷൻ 32 സബ്സെക്ഷൻ 2 എന്തായിരുന്നു? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. In section 38 എന്തായിരുന്നു? Section 38 assets partly used for business and partly section 38 subsection 2 എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്തായിരുന്നു 38 subsection 2? assets partly used for business and partly for other purposes. So that means proportionate deduction. Percentage deduction. ഏതൊക്കെ സെക്ഷൻ ആയതാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ഫോർ സെക്ഷൻ 30, 31, 32. If partly used for other purpose. Okay, partly used for other purpose. Okay അല്ലേ? Then section 35 എന്തായിരുന്നു? എന്തുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ ആണ് സെക്ഷൻ 35 നമ്മൾ ഡിസ്കസ് ചെയ്തത്? Scientific research. Expenses in relation to scientific research. Then section 35 AD എന്തായിരുന്നു? section 35 AD. section 35 AD Specified business. Specified business. So specified business ആണെങ്കിൽ capital expenditure 100% deduction കിട്ടും. എന്തിനൊക്കെ കിട്ടത്തില്ല? ലാൻഡിന്, ഗുഡ്വില്ലിന്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന് കിട്ടില്ല. ബാക്കിയുള്ളതിനെല്ലാം കിട്ടും. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നെ ഇതിനകത്ത് നോർമലി നമ്മളെ അഡീഷണൽ ഡിപ്രീസിയേഷൻ പോലെയല്ല. ഇമ്പോർട്ട് ചെയ്താണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മെഷീനറിയും ആകാം. അല്ലാതെ തന്നെ എന്താണ് ടോട്ടൽ മെഷീനറിയുടെ 20% ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആണെങ്കിലും ഡിഡക്ഷൻ അലൗഡ് ആണ്. ദെൻ സെക്ഷൻ 35D എന്തായിരുന്നു? സെക്ഷൻ 35D സെക്ഷൻ 35D Preliminary expense. Preliminary expense. Preliminary expenses അല്ലേ? സോ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കമ്പനി അസസ് ആണെങ്കിൽ നോൺ കോർപ്പറേറ്റ് റെസിഡന്റ് അസസ് ആണെങ്കിലുള്ള സിനാരിയോ. ആക്ച്വലായിട്ട് കമ്പനി അസസ് ആണെങ്കിൽ എന്തൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യും? 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട് ആൻഡ് 5% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതിൽ ഹയർ ആക്ച്വലായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ ലീസ്റ്റ് നമുക്ക് എന്താണ് 5 വർഷത്തേക്ക് എഴുതാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു സെക്ഷൻ 35DDA അല്ലേ? എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു VRS. ദെൻ ഡിസ്കസ് ചെയ്തതാണ് സെക്ഷൻ 36 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ ഇത്രയും സെക്ഷൻസ്? Yes, sir. Certain deductions. Then ഞാൻ അടുത്ത് നമ്മുടെ
Section 37. Section 37. So very important. So നമ്മൾ section 37 നമ്മൾ ഏതോ ഒരു സെക്ഷൻ അണ്ടറിൽ പറഞ്ഞു. എവിടെയായിരുന്നു ഓർക്കേണ്ടത്? section 37. ജനറൽ ഡിഡക്ഷൻ. സോ ഏത് സെക്ഷൻ അണ്ടറിലാണ് നമ്മൾ ബേസിക് ആയിട്ട് സെക്ഷൻസ് 30 ആണോ 31 ആണോ ഡിസ്കസ് ചെയ്തപ്പോൾ സെക്ഷൻ 31 കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 37 കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? സോ റെന്റഡ് ബിൽഡിംഗ് ആണോ അതോ റെന്റഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി അതർ ഫർണിച്ചേഴ്സ് ആണ്? Plant and machinery. Plant and machinery. So plant and machinery include exclusively for the purpose of business എടുത്തിട്ടുണ്ടെങ്കിൽ റെന്റ് വരും. ബട്ട് 31 കവർ ചെയ്യത്തില്ല. പക്ഷെ എന്തിൽ കവർ ചെയ്യും? 37 കവർ ചെയ്യുമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. 37 കവർ ചെയ്യാനുള്ള കാരണങ്ങൾ റീസൺ നമുക്ക് നോക്കാം. സോ ഇവിടെ ഒന്നുണ്ടോ 37 സെക്ഷൻ 37 ജനറൽ ഡിഡക്ഷൻ ആണ്. സോ ദാറ്റ് മീൻസ് എനി എക്സ്പെൻഡിച്ചർ അതർ ദാൻ കവേർഡ് അണ്ടർ സെക്ഷൻ 30 to 36. 30 to 36 കവർ ചെയ്യാത്ത ഒരു എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. 30 to 36 കവർ ചെയ്യാത്ത ഒരു എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. ദെൻ 30 to 36 കവർ ചെയ്യാത്ത ഒരു എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. ഫസ്റ്റ് വൺ, എനി എക്സ്പെൻസസ് other than covered under section 30 to 36. So 30 to 36 എന്താണ്? സ്പെസിഫിക് സെക്ഷൻ ആണ്. സോ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ബിൽഡിംഗ് ആണെങ്കിൽ, സോ എക്സ്പെൻസസ് റിലേറ്റഡ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ ആണെങ്കിൽ, സോ അതിൽ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? റെന്റ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, എനി എക്സ്പെൻഡിച്ചർ അതർ ദാൻ കവേർഡ് അണ്ടർ സെക്ഷൻ 30 to 36 shall be allowed as deduction. Shall be allowed as deduction. Shall be allowed as deduction if the following conditions, if the following conditions are satisfied. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എന്തോ റെന്റ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, സോ ബിസിനസ് പർപ്പസിന് റെന്റിന് എടുത്താണെങ്കിൽ എവിടെ കവർ ചെയ്യത്തില്ല? 31 സെക്ഷൻ 31 കവർ ചെയ്യോ? സെക്ഷൻ 31 കവർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്? സെക്ഷൻ 31 പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ എക്സ്പെൻഡിച്ചർ ആണ് സെക്ഷൻ 31 കവർ ചെയ്യുന്നത്? ഇൻഷുറൻസ്, ദെൻ റവന്യൂ റിപ്പയേഴ്സ് അല്ലെ. സോ ദാറ്റ് മീൻസ് റെന്റിന് എടുത്താൽ, ബട്ട് ഞാൻ പറയണം, എനിക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിക്കാനുള്ള ഫണ്ടില്ല എൻ്റെ കയ്യിൽ. സോ അതുകൊണ്ട് ഞാൻ റെന്റിന് എടുത്തു, എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. എന്റെ ബിസിനസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ റെന്റിന് എടുത്തിരിക്കുന്നത്. സോ പക്ഷെ നിങ്ങൾ 31 തരില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് പറയും? ഉണ്ടോ, അങ്ങനെ അതിനുവേണ്ടിയാണ് ഈ ഒരു സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. എനി എക്സ്പെൻഡിച്ചർ അതർ ദാൻ കവേർഡ് അണ്ടർ 30 to 36. സെക്ഷൻ 30 to 36 കവർ ചെയ്യാത്ത എക്സ്പെൻഡിച്ചർ ആയിരിക്കണം if the following conditions are satisfied. So first one, expenses should be incurred wholly or exclusively for the purpose of business, for the purpose of business or profession. സോ ഉണ്ടോ, ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അവിടെ സാറ്റിസ്ഫൈ അല്ലേ? ആ ഒരു മെഷീനറി റെന്റ് എടുത്ത് എന്തിനായിരുന്നു? എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് അല്ലെങ്കിൽ ഹോളി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ ആയിരുന്നല്ലോ, ആണെന്നുള്ള കേസ്. ദെൻ സെക്കൻഡ് വൺ, എക്സ്പെൻസസ് should be revenue in nature. So that means capital expenditure ആകരുത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്തിട്ട് എങ്ങോട്ട് പോകും? ഫിക്സഡ് അസറ്റിലേക്ക് പോകും. ദാറ്റ് മീൻസ് അതിന് നമുക്ക് എന്തേ കിട്ടുള്ളൂ? ഡിപ്രീസിയേഷനെ കിട്ടുള്ളൂ. സോ അതൊരു ബിസിനസിന് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. അതൊരു റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. അത് കൂടാതെ തേർഡ് വൺ, expenses should be
legal and not personal in nature. Okay, so wholly or exclusively for the purpose business ആയിരിക്കണം, then revenue expenditure ആയിരിക്കണം, legal expenditure ആയിരിക്കണം. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഉണ്ടോ സെക്ഷൻ 37 കവർ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? എവിടെ വരാൻ പാടില്ല? 30 to 36 വരാത്ത കവർ ചെയ്യാത്ത ഒരു എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. അത് ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആയിരിക്കണം. ക്യാപിറ്റൽ നേച്ചർ ആകാൻ പാടില്ല, റവന്യൂ നേച്ചർ, ലീഗൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതെന്താണ് ലീഗൽ? എന്താണ് ലീഗാലിറ്റി കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? ലീഗൽ. സോ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു തിയേറ്റർ റൺ ചെയ്യുവാണ്. സോ തിയേറ്ററിൽ അവിടെ തിരക്ക് നിയന്ത്രിക്കാനും ഈ പറഞ്ഞ പോലെ സീറ്റും കാര്യങ്ങളും ഒക്കെ നശിപ്പിക്കാതിരിക്കാനുമായിട്ട് ഗുണ്ടകളെ നിർത്തിയേക്കാണ്. സോ അവര് സാലറിക്ക് നിർത്തിയേക്കാണ് ഗുണ്ടകളെ. ഓക്കെ, സോ അവർക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു? അവർക്ക് സാലറി പോലെ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു പേയ്മെന്റ് കൊടുക്കുന്നു. സോ ഞാൻ എന്തിനു വേണ്ടിയാണ് അവരെ നിർത്തിയിരിക്കുന്നത്? ഹോളി ഓർ എക്സ്ക്ലൂസീവ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, സോ റവന്യൂ നേച്ചർ ആണ്. പക്ഷെ അതെന്താണ്? ആ പറയുന്ന പേയ്മെന്റ് ലീഗൽ പേയ്മെന്റ് ആണോ? അല്ല. സോ അതാണ് പറഞ്ഞത്, ഇല്ലീഗൽ ആയിട്ടുള്ള പേയ്മെന്റ്സ് അത് ബിസിനസിന് വേണ്ടി മാത്രമാണെങ്കിലും റവന്യൂ നേച്ചർ ആണെങ്കിലും എന്താണെങ്കിലും, സോ ബ്രൈബ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എന്താണ് ബിസിനസിന്റെ റണ്ണിങ്ങിന് വേണ്ടി ആയിരിക്കാം. പക്ഷെ ലീഗൽ ആയിട്ടുള്ള പേയ്മെന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ കവർ ചെയ്യത്തുള്ളൂ? ഈ പറഞ്ഞ സെക്ഷൻ 30 to 36 ഒന്നിലും വന്നിട്ടില്ല. പക്ഷെ അത് ബിസിനസിന് വേണ്ടി അത് എടുത്തേ പറ്റുള്ളൂ. റവന്യൂ നേച്ചർ ആയിരിക്കണം, ലീഗൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? എന്ത് കിട്ടും? സെക്ഷൻ 37 ആ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ എല്ലാം നമുക്ക് കൊണ്ട് എവിടെ ഇടാം? സെക്ഷൻ 37. ക്ലിയർ ആണോ? സെക്ഷൻ 37. Yes, sir. Yes, sir. സ്റ്റാർട്ട് ഒരു പോയിന്റ് എഴുതാം. CSR expenses, companies corporate social responsibility. CSR expenses is not treated as business expense, therefore not allowed under section 37. Therefore not allowed under section 37. So section 37 അലോ ചെയ്യില്ല CSR. അത് എന്താണ്? ബിസിനസിന്റെ എക്സ്പെൻഡിച്ചർ ആയിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത്. സോ അതൊരു ലീഗലായിട്ട് ഇത്രയും മേളിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് കമ്പനീസിന് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അത് കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? CSR എക്സ്പെൻഡിച്ചർ കൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല 37. സോ 30 to 36 സോ പറ്റില്ല എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 37 CSR എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് CSR expenditure itself will not be treated as business expense. Not treated as business expense. So adjustment ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് CSR expenditure. Clear അല്ലേ? Yes, sir. Yes, sir. Then next section 37 subsection 2b. Section 37 subsection 2b. Section 37 subsection 2b. Section 37 subsection 2b. Okay. So ഇതിൽ പറയുന്നത് advertisement in brochure, souvenir, newspaper, pamphlet, published by political party,
ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു കാര്യം നോക്കാം. അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സോ 37(2)B എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു. 37(2)B. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ നോർമലി എന്തിനു വേണ്ടി ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആകാം, റവന്യൂ നേച്ചർ ആണ്, ലീഗൽ ആണ്. അങ്ങനെയാണെങ്കിൽ 37 കിട്ടേണ്ടതല്ലേ? അതെ. സോ ഇവിടെ ശ്രദ്ധിക്കുക 37(2)B അഡ്വർടൈസ്മെന്റ് ഇൻ ബൗഷർ, സോവിനീർ, ന്യൂസ് പേപ്പർ, പാംലെറ്റ് ഓഫ് എ പബ്ലിഷ്ഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടി. സോ ഇവർക്ക് അഡ്വർടൈസ് ചെയ്യാൻ വേറെ ഏതൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു? പൊളിറ്റിക്കൽ പാർട്ടിയുടെ തന്നെ അവിടെ ചെയ്യാൻ മീൻസ് എന്താണ്? ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുത്തിരിക്കുകയാണ്? അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടി ഡൊണേഷൻ കൊടുത്തിരിക്കുകയാണ്. അത് എന്തായിട്ട് കാണിക്കാനാണ് ഇവരുടെ ഉദ്ദേശം? അഡ്വർടൈസ്മെന്റ് ആയിട്ട് കാണിക്കാനായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. Therefore അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ, നോർമൽ അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ it will be allowed as deduction under section 37 because it is wholly or exclusively incurred for the purpose of business or profession. റവന്യൂ നേച്ചർ ആണ്, അഡ്വർടൈസ്മെന്റ് ഒരു ലീഗൽ എക്സ്പെൻഡിച്ചർ ആണ്, കിട്ടേണ്ടതാണ്. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടി, സോ വേറെ എത്രയോ ന്യൂസ് പേപ്പേഴ്സ്, സാധാരണ ന്യൂസ് പേപ്പർ പൊളിറ്റിക്കൽ പാർട്ടി അല്ലാത്ത ബുക്സിലോ അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ പബ്ലിക് കാണുന്ന എവിടെയൊക്കെ നമുക്ക് അഡ്വർടൈസ് ചെയ്യാമല്ലോ. സോ അവിടെ ഒന്നും ചെയ്യാതെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇഷ്യൂ ചെയ്യുന്ന ബ്രൗഷറിലോ പാംലെറ്റിലോ ഒക്കെയാണ് ഇവര് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടി ഡൊണേഷൻ ആണ്. സോ അത് നമുക്ക് എന്തായിട്ട് കിട്ടില്ല? 37 കിട്ടില്ല. 37(2)B എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരം എന്താണ്? നോട്ട് അലൗഡ്. ക്ലിയർ അല്ലേ? ഡിഡക്ഷൻ ആകാത്ത, നോർമലി ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ബിക്കോസ് അഡ്വർടൈസ്മെന്റ് 30 നമ്മൾ 30 to 36 എവിടെ നോക്കിയാലും എന്താണ്? അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം കവർ ചെയ്യുന്നില്ല. അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആണ്, ആൻഡ് എന്താണ്? റവന്യൂ നേച്ചർ ആണ്, ലീഗൽ ആണ്, കിട്ടേണ്ടതാണ്. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടി കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവർക്ക് ഡൊണേഷൻ കൊടുത്ത പോലെ കണക്കാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ? സോ ഇത്രയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെക്ഷൻ 30 to 37 അലൗവബിൾ ഡിഡക്ഷൻസിനകത്താണ്. സെക്ഷൻ 30 to 37 അതിനകത്ത് വേണമെങ്കിൽ സെക്ഷൻ ഇത് പറയുന്നത് സെക്ഷൻ 37 സബ്സെക്ഷൻ 1 ആണ്. 37 സബ്സെക്ഷൻ 2 ഒരു ഡിസലവൻസ് ആണ് പറയുന്നത്. സോ നമ്മൾ സെക്ഷൻ 29 നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യം എന്താണ്? സെക്ഷൻ 30 to 43B ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ എന്താണ്? സെക്ഷൻ 30 to 37 അലവബിൾ ഡിഡക്ഷൻസ്. ദെൻ അടുത്തത് ഡിസലവൻസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ, ഡിസലവൻസസ്. Then next one. Section 40. Section 40. Section 40. Disallowed expenditures. Amount അല്ലെങ്കിൽ disallowed expenditures. അല്ലെ? സോ നമ്മൾ 30 to 37 സബ്സെക്ഷൻ 1 എന്തായിരുന്നു ഡിസ്കസ് ചെയ്ത്? അലോവബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആയിരുന്നു അല്ലെ? സോ ദാറ്റ് മീൻസ് നമ്മുടെ PGBP ഇൻകം സെക്ഷൻ 29 പ്രകാരം PGBP ഇൻകം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അലോ ചെയ്യുന്ന ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട്സ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആയിരുന്നു നമ്മൾ ഏതിൽ ഡിസ്കസ് ചെയ്തത്? സെക്ഷൻ 30 മുതൽ സെക്ഷൻ 37 വരെ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? സ്പെസിഫിക്കലി ഡിസലൗഡ് ആണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എങ്കിൽ എന്താണ്? ഇറ്റ് വിൽ ബി ഡിസലൗഡ്. ദാറ്റ് മീൻസ് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ സെക്ഷൻ 40 സബ് ക്ലോസ് A1 അല്ലെങ്കിൽ I. സെക്ഷൻ 40A1.
Okay, any interest, comma, royalty, comma, fee for technical services, or other sum chargeable under this act. Which is payable outside India, comma, or to a non-resident, or to a foreign company. So that means 40AI പറയുന്ന അല്ലെങ്കിൽ 1 പറയുന്നത് എന്താണ്? Any payments, so chargeable under this act. ആർക്കാണ് പേ ചെയ്യുന്നത്? നോൺ റെസിഡന്റിനോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനിയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആണെന്നുണ്ടെങ്കിൽ. സോ ഈ പേയ്മെന്റ് നടക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ നോൺ റെസിഡന്റിന് അല്ലെങ്കിൽ ഫോറിൻ കമ്പനി. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് എന്താ പറയാം? നോൺ റെസിഡൻസിനാണ് പേയ്മെന്റ് വരുന്നത് എങ്കിൽ ഫസ്റ്റ് വൺ, കമ്പനി ഓൺ വിച്ച് TDS, so TDS അട്രാക്ട് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ആയിരുന്നു TDS has not TDS has not been deducted. TDS has not been deducted the previous year. So TDS deduct ചെയ്യേണ്ട ഒരു പേയ്മെന്റ് ആയിരുന്നു, TDS ഡിഡക്ട് ചെയ്തിട്ടില്ല. Okay, TDS has not been deducted in the previous year. Then next point, TDS has been deducted. TDS has been deducted but not paid on or before due date of filing returns under section 139 subsection 1. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അതായത് നോൺ റെസിഡന്റിന് ഇങ്ങനെ മനസ്സിലാക്കുക. നോൺ റെസിഡന്റിനുള്ള ഒരു പേയ്മെന്റ് TDS അട്രാക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ TDS ഡിഡക്ട് ചെയ്യാതെ പേ ചെയ്യുക, അല്ലെങ്കിൽ TDS ഡിഡക്ട് ചെയ്തിട്ട് എന്താണ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ എന്താണ് ഗവൺമെന്റിൽ അടയ്ക്കാതിരിക്കുക. ഈ രണ്ട് കേസിലും എന്താണ് ഡിസലവൻസ് അട്രാക്ട് ചെയ്യും. ദാറ്റ് മീൻസ് that 100%, so very important, 100% of expenses disallowed. So ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് എക്സ്പെൻഡിച്ചർ, ഞാനൊരു ബിസിനസ് എൻറ്റിറ്റി ആണ്, സോ നോൺ റെസിഡന്റിന് കൊടുക്കേണ്ട ഒരു പേയ്മെന്റ് ജസ്റ്റ് പറയാണ് 1 lakh rupees ആണ് വിചാരിക്കുക പേയ്മെന്റ്. ഞാൻ TDS എനിക്ക് ഡിഡക്ട് ചെയ്യേണ്ടത് 20%, ജസ്റ്റ് ഒരു ഫിഗർ പറയാണ് 20,000 ആയത് ഞാൻ ഡിഡക്ട് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിസലവൻസ് വരുന്നത് 1 lakh rupees ആണോ 20,000 rupees ആണോ? 1 lakh. സോ അതാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റുഡൻസ് നോർമലി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്.
സോ TDS പിടിക്കേണ്ട എമൗണ്ട് ഡിസലവ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ TDS പിടിക്കേണ്ട ഒരു എക്സ്പെൻഡിച്ചർ ആയിരുന്നു അയക്കേണ്ടത്. ബട്ട് TDS പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിലുള്ള TDS ഗവൺമെന്റിലേക്ക് അടച്ചിട്ടില്ല. അങ്ങനത്തെ രണ്ട് കേസിലും നോൺ റെസിഡന്റിനാണ് പേയ്മെന്റ് എങ്കിൽ 100% ഡിസലവ്. ദാറ്റ് മീൻസ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, ഡിസലവ് ചെയ്യും. ദാറ്റ് മീൻസ് അത്രയും പ്രോഫിറ്റ് കൂടും. ക്ലിയർ അല്ലേ? Yes, sir. Then next one, section 40A IA. Section 40A IA. Payment made to resident. നേരത്തെ എന്തായിരുന്നു, നോൺ റെസിഡന്റ്. ഇവിടെ പേയ്മെന്റ് മെയ്ഡ് ടു റെസിഡന്റ്. റെസിഡൻസിന് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ പേയ്മെന്റ് മെയ്ഡ് ടു റെസിഡന്റ്. പേയ്മെന്റ് മെയ്ഡ് ടു റെസിഡന്റ്. പേയ്മെന്റ് മെയ്ഡ് ടു റെസിഡന്റ്. Payment made to resident. Payment made to resident. Any amount made to resident if any amount made to resident if. So ശ്രദ്ധിക്കുക, resident if. TDS. സോ നേരത്തെ എന്തായിരുന്നു, നോൺ റെസിഡന്റ് ആയിരുന്നു അവിടുത്തെ പേയ്മെന്റ് 40AI. ഇവിടെ 40AIA. സോ എനി പേയ്മെന്റ് മെയ്ഡ് ടു റെസിഡന്റ്. സോ TDS ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഒന്നുകിൽ TDS പിടിക്കേണ്ട പേയ്മെന്റ് ആയിരുന്നു, TDS പിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ TDS ഡിഡക്റ്റഡ് but not paid on or before due date of filing a return. Under section 139 subsection 1. Okay, so due date of filing return. സോ ഇവിടെ ശ്രദ്ധിക്കുക, നോൺ റെസിഡന്റ് എന്നപ്പോൾ നമുക്ക് എൻറ്റയർ 100% ഓഫ് എക്സ്പെൻഡിച്ചർ ഡിസലൗഡ് ആയിരുന്നു. സോ റെസിഡന്റിനാണെങ്കിൽ ശ്രദ്ധിക്കുക ഡിസലവൻസ് വരുന്നത് ദെൻ 30% ഓഫ് സച്ച് എക്സ്പെൻസ്. 30% ഓഫ് സച്ച് എക്സ്പെൻസ് ഷാൽ ബി ഡിസ്അലൗഡ്. സോ ഇവിടെ 1 lakh rupees TDS പിടിക്കേണ്ട ഒരു പേയ്മെന്റ് റെസിഡന്റിനാണ് കൊടുത്തത്. ഒന്നുകിൽ TDS പിടിച്ചില്ല, അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് അടച്ചില്ല എങ്കിൽ എത്രയായിരിക്കും ഡിസലവൻസ്? 1 lakh ഡിസലവ് ചെയ്യുമോ? ഡിസലവ് ചെയ്യത്തുള്ളൂ. അതിന്റെ 30%, 1 lakhന്റെ 30%. TDS പിടിക്കേണ്ട എമൗണ്ടിന്റെ അല്ല, TDS എമൗണ്ടിന്റെ അല്ല, ആക്ച്വൽ എക്സ്പെൻഡിച്ചറിന്റെ 30% ഡിസലവ് ചെയ്യും. ഡിസ്അലൗഡ്. ഡിസ്അലൗഡ്. ഓക്കെ അല്ലേ? ഇനിയിപ്പം ഒരു നോട്ട് രണ്ടിനും കൂടെ കോമൺ ആയിട്ട് വരുന്നതാണ്. സോ രണ്ടും ക്ലിയർ അല്ലേ? ഒന്ന് നോൺ റെസിഡന്റിനുള്ള പേയ്മെന്റ് ആയിരുന്നു, ഒന്ന് റെസിഡന്റ്. നോൺ റെസിഡന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ 100% ഡിസലൗഡ്. റെസിഡന്റ് ആണെങ്കിൽ എത്രയാണ്? 30% ഓഫ് എക്സ്പെൻസ് ആണ് ഡിസലവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഇപ്പം വേറെ ഒരു കേസ്, അതായത് നമുക്ക് TDS പിടിച്ചിട്ട്, അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ അടച്ചാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഡിസലവൻസ് അട്രാക്ട് ചെയ്യാതിരിക്കത്തുള്ളൂ. പക്ഷേ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഈ ആക്ച്വൽ പേയ്മെന്റ് ഈ പറഞ്ഞ പിടിച്ച TDS ഗവൺമെന്റിലേക്ക് അടച്ചാൽ നേരത്തെ ഇപ്പൊ ഈ ഡിസലവ് ചെയ്ത എമൗണ്ട് അലോ ചെയ്യുമോ, അല്ലെങ്കിൽ എപ്പോഴും, അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. കിട്ടോ ഇല്ലയോ? സോ ഏത് പ്രീവിയസ് ഇയറിലാണോ പിന്നീട് ഈ പ്രീവിയസ് ഇയറിൽ നമ്മൾ എന്തെങ്കിലും ഡിസലവ് ചെയ്യും, ഏത് പ്രീവിയസ് ഇയറിലാണോ ആക്ച്വലി പേയ്മെന്റ് നടക്കുന്നത് ആ പ്രീവിയസ് ഇയറിൽ ഈ ഡിസലവ് ചെയ്ത എമൗണ്ട് എന്തായിട്ട് കിട്ടും?
ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. സോ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് കയറുന്ന, അതായത് നമ്മുടെ തൊട്ടുമുള്ള പ്രീവിയസ് ഇയർ ഡിസലോഡ് ആണ്, ഈ വർഷം അത് അടച്ചു എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ എന്താണ്, തൊട്ട് മുമ്പിലത്തെ ഇയറിൽ ഡിസലോ ചെയ്ത എമൗണ്ട് ഇത്തവണ അലോ ചെയ്യും. ഓക്കെ അല്ലേ? TDS സ്റ്റാർട്ട് ചെയ്ത TDS ഡിഡക്റ്റഡ് in subsequent year or deducted in the previous year but paid to government after due date of filing returns, then such disallowed amount, so that means first case ആണെങ്കിൽ 100% or 30%, as the case may be. So 40 ആണെന്നുണ്ടെങ്കിൽ എന്താണ് 100% ഡിസലോ ചെയ്ത എമൗണ്ട്. സോ അതിനുശേഷം deducted in the previous year paid to government after due date of filing returns, then such a disallowed amount shall be allowed as deduction. Shall be allowed as deduction. Shall be allowed as deduction. Shall be allowed as deduction in the previous year. In the previous year in which TDS has been paid. TDS has been paid. Has been paid. So ഏത് പ്രീവിയസ് ഇയറിലാണോ അതിനുശേഷം ഈ TDS അടയ്ക്കുന്നത്, ആ TDS അടയ്ക്കുന്ന വർഷം എന്ത് കിട്ടും? നേരത്തെ ഡിസലോ ചെയ്ത്. സോ ദാറ്റ് മീൻസ് 100% ഡിസലോ ചെയ്ത കേസ് ആണെങ്കിൽ, അതായത് നോൺ റെസിഡൻസിനാണെങ്കിൽ എന്താണ്, അതേപോലെ മുഴുവൻ കിട്ടും. റെസിഡൻസിനാണെങ്കിൽ ഡിസലോ ചെയ്ത എമൗണ്ട് എത്രയേ ഉള്ളൂ? 30% ഉള്ളൂ. സോ അവിടെ കൊണ്ടുപോയി ഫുള്ള് ക്ലെയിം ചെയ്ത് ഡിസലോ ചെയ്ത് എത്രയാണോ അത്രയും നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഈ പീരീഡിൽ അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഇയറിൽ ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? അതായത് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ TDS അടച്ചില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും കിട്ടാത്ത രീതിയിലേക്കല്ല പോകുന്നത്. ഏത് പ്രീവിയസ് ഇയറിലാണോ അടയ്ക്കുന്നത് ആ പ്രീവിയസ് ഇയറിൽ നേരത്തെ ഡിസലോ ചെയ്ത എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് പിന്നീടും കിട്ടും എന്നാണ് പ്രൊവിഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ? Section 40A clause 2B, royalty, fees, etc. charged by state government. State government. If any royalty, fees, service charge, etc. is exclusively collected by state government from state government undertaking. State government undertakings, then such expenses not allowed. Okay. To such state government undertaking. To such state government undertaking. So government undertaking in charge of the
ചാർജസ് ഈടാക്കിയാൽ if royalty fees service charge etc exclusively collected by state government from state government undertakings then such expense. So state government undertaking എന്താണ്? ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ഗവൺമെന്റിന് കൊടുത്ത പോലാണ്. സോ അവർക്ക് അത് എന്തായിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. സ്പെസിഫിക് ഡിസലവൻസ് ആണ് 40 clause A to B. ഓക്കെ അല്ലേ? Yes, sir. Then next one, section 40 clause A 3. TDS on salary payable outside India or to a non-resident. So ഇന്ത്യക്ക് പുറത്ത് സാലറി പേ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നോൺ റെസിഡന്റോ സാലറി പേ ചെയ്യുന്ന കേസ് TDS അട്രാക്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്? Any salary payable outside India. So ഇന്ത്യക്ക് പുറത്ത് സാലറി പേ ചെയ്യുന്നുണ്ട് outside India or to a non-resident, and if so ഡിസലവൻസ് അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ TDS not deducted. TDS not deducted. TDS not deducted or. So നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താണ്? After deduction of TDS not paid. TDS deducted but not paid on or before due date of payment of TDS. So TDS payment date and due date of filing of return അല്ല ഇവിടെ പറയുന്നത്, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് TDS. സോ ഇവിടെ സാലറിയുടെ കേസിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ നോൺ റെസിഡന്റോ പേ ആണെങ്കിൽ, അതുകൊണ്ടാണ് ഇത് അവിടെ ക്ലബ് ചെയ്യാഞ്ഞത്. സോ സാലറി പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ടു എ നോൺ റെസിഡന്റ്, ഒന്നുകിൽ TDS ഡിഡക്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ TDS ഡിഡക്ട് ചെയ്തിട്ട് TDS പേയ്മെന്റ് ഡേറ്റിന് മുമ്പോ അല്ലെങ്കിൽ അന്നത്തേക്കോ ഗവൺമെന്റിന് അടച്ചില്ല എങ്കിൽ then such sum shall not be allowed as deduction. Then നമ്മൾ 40A ക്കും 40A ക്കും എന്താണ്? ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ അതിനുശേഷം അടച്ചാലും നമുക്ക് എന്താണ്, അടയ്ക്കുമ്പോൾ എന്താണ്, തിരിച്ച് ഡിസലവ് ചെയ്ത എമൗണ്ട് വീണ്ടും അലവ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡേറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ അല്ല, ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് TDS ആണ്. സോ TDS പേ ചെയ്യേണ്ട ഡേറ്റിനുള്ളിൽ അടച്ചില്ല എങ്കിൽ TDS deposited late. So late ആയിട്ടാണ് TDS ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ salary shall not allowed as deduction. So ഒരു ദിവസം ലേറ്റ് ആയിട്ട് അടച്ചാൽ പോലും പിന്നീട് എന്ത് കിട്ടത്തില്ല? ഈ ഡിസലവ് ചെയ്തത് സാലറി അലൗഡ് ആവില്ല. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Next one, section 40A5. Tax on non-monetary perquisite. Tax on non-monetary perquisites.
ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്വിസിറ്റ്. സോ നോൺ മോണിറ്ററി പെർക്വിസിറ്റ് ദാറ്റ് മീൻസ് നമ്മൾ പെർക്വിസിറ്റ് രണ്ട് രീതിയിലാകാം, മോണിറ്ററി പെർക്വിസിറ്റ് ആകാം, നോൺ മോണിറ്ററി പെർക്വിസിറ്റ് ആകാം. സോ അതിന്റെ പുറത്ത് ടാക്സ് കൊടുക്കുക എന്നുള്ള ആരുടെ ഡ്യൂട്ടിയാണ്? സോ ഈ നോൺ മോണിറ്ററി പെർക്വിസിറ്റ് ആരുടെ ഇൻകം ആണ്? എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്താൽ ഈ നോൺ മോണിറ്ററി പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ 17 സബ്സെക്ഷൻ 2 പ്രകാരം എന്തിനകത്ത് വരും? പെർക്വിസിറ്റ്സിൽ വരത്തില്ലേ, സാലറിയിലേക്കകത്ത് വരുന്നതാണ്. സോ അത് ആ സാലറിയിൽ വരുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതിന്റെ പുറത്ത് ടാക്സ് കൊടുക്കുക? എംപ്ലോയീസിന്റെ. സോ എംപ്ലോയി കൊടുക്കേണ്ടത് എംപ്ലോയർ കയറി കൊടുത്താൽ ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്വിസിറ്റ് കൊടുത്താൽ എന്ത് ചെയ്യില്ല? അലൗഡ് ആകത്തില്ല. അത് ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആരായിരുന്നു അത് പേ ചെയ്യേണ്ടത്? എംപ്ലോയി ആയിരുന്നു. എംപ്ലോയർ പേ ചെയ്താൽ എന്താണ് അത്? എന്താണ് നിങ്ങൾ പേ ചെയ്തോ, പക്ഷെ എന്തോ എവിടെ കൊണ്ട് കാണിക്കരുത്? നിങ്ങളുടെ ബിസിനസ്സിന് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് എന്താ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷൻ ഇൻവോക്ക് ചെയ്തിട്ട് എന്താണ് സ്പെസിഫിക് ഡിസലവൻസ് വരും. സോ നിങ്ങൾ പേ ചെയ്യേണ്ടതല്ല. നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പേ ചെയ്യേണ്ടെന്നല്ല, പേ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? ഡിസലവൻസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? സോ എന്താണ് നമ്മൾ പറഞ്ഞത്? സെക്ഷൻ 40A clause A sub clause 5 40A5. So there is no tax on non-monetary perquisite if employer pays tax on non-monetary perquisites for employee, then such sum shall not be allowed as deduction. Okay. Because deduction കിട്ടാത്തതിന്റെ കാര്യം എന്താണ്? It is exempt in the hands of employee. Because it is exempt in the hands of employer ആണ് പേ ചെയ്യുന്നെങ്കിൽ എംപ്ലോയിയുടെ കയ്യിൽ എന്താണ്? എക്സെപ്റ്റഡ് ആണ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10cc. സോ എംപ്ലോയർ നോൺ മോണിറ്ററി പെർക്വിസിറ്റിന്റെ പുറത്ത് ടാക്സ് പേ ചെയ്താൽ എംപ്ലോയിക്ക് അത് എക്സെപ്റ്റഡ് ആണ്. സോ എംപ്ലോയിക്ക് എക്സെപ്റ്റഡ് മീൻസ് എന്താണ്? ആ പേയ്മെന്റ് ടാക്സ് ഗവൺമെന്റിന് കിട്ടില്ല. അത് കൂടാതെ എംപ്ലോയർ തന്റെ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞ് കുറയ്ക്കുകയാണെങ്കിൽ എന്താണ്? റവന്യൂ ലോസ് ആണ് ഗവൺമെന്റിന്. സോ അതുകൊണ്ട് എന്താണ്? എംപ്ലോയി പേ ചെയ്യേണ്ട ടാക്സ് നോൺ മോണിറ്ററി പെർക്വിസിറ്റ് എംപ്ലോയർ കയറി പേ ചെയ്താൽ എന്താണ്? ഇറ്റ് വിൽ ബി ഡിസലൗഡ്. ക്ലിയർ ആണോ? സോ ഇത്രയാണ് 40 ക്ലോസ് എയിൽ വരുന്നത്. സോ 40 സോ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് കയറി വരുന്നതാണ്. സോ അവിടെ സെക്ഷൻ സ്പെസിഫൈ ചെയ്ത് തന്നെ എഴുതണം. 40AI എന്തായിരുന്നു? അല്ലെങ്കിൽ 40A1 പേയ്മെന്റ് ടു നോൺ റെസിഡൻസ്. TDS പിടിക്കേണ്ട, TDS പിടിച്ചില്ല, അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ അടച്ചിട്ടില്ല എങ്കിൽ 100% ഡിസലവൻസ്. ദെൻ 40AI എന്തായിരുന്നു? പേയ്മെന്റ്സ് ടു റെസിഡൻസ്. TDS പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ അടച്ചിട്ടില്ല എങ്കിൽ 30% ഡിസലവൻസ്. സോ ഏത് പ്രീവിയസ് ഇയറിലാണോ ഈ പറയുന്ന TDS പേ ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിൽ ഓൾറെഡി ഡിസലവ് ചെയ്ത എമൗണ്ട് പേ ചെയ്യുന്ന ഇയറിൽ അലൗഡ് ആസ് ഡിഡക്ഷൻ. അതാണ് രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള നോട്ട്. ഓക്കെ അല്ലേ? 40A പറയുന്ന റോയൽറ്റി ഫീസ് ചാർജ് സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കളക്ട് ചെയ്താൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിന് എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോയിന്റ്. സോ TDS ഓൺ സാലറി പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ടു എ നോൺ റെസിഡന്റ്. സാലറി എടുത്തു പറയാണ് 40A3 40 ക്ലോസ് A സബ് ക്ലോസ് 3. സോ ആ കേസിൽ TDS പേയ്മെന്റ് ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്തില്ല എങ്കിൽ ഡിസലൗഡ് ആണ്. സോ അതിനുശേഷം പേ ചെയ്താൽ എന്താണ്? ഡിസലവ് ചെയ്ത എമൗണ്ട് തിരിച്ച് അലവൻസ് ആയിട്ട് കിട്ടില്ല, ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് വൺസ് ലേറ്റ് ആയാൽ, ഒരു ദിവസം ലേറ്റ് ആയാൽ പോയി, പിന്നെന്താണ്? അത് ഡിസലൗഡ് ആണ്. ഓക്കെ അല്ലേ? ബിക്കോസ് ഇത് നോൺ റെസിഡന്റിനാണ്, അവരൊന്നും പേ ചെയ്യത്തൊന്നുമില്ല. അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും താമസിച്ചാൽ പിന്നീട് പേ ചെയ്താൽ, അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താണ്? പേയ്മെന്റ് ഓഫ് TDS പേയ്മെന്റ് ഡേറ്റിനുള്ളിൽ, ഡ്യൂ ഡേറ്റ് അല്ല, TDS പേയ്മെന്റ് ഡേറ്റിനുള്ളിൽ തന്നെ പേ ചെയ്യണം. Then 40A
clause A, subclause 5. Tax on non-monetary perquisite employee വേണ്ടിയിട്ട് employer pay ചെയ്താൽ it will not be allowed as deduction. That means disallow ചെയ്യും. Clearly 40 small a sections. Yes, sir. Yes, sir. Then next one, very important, section 40b, section 40 clause b, section 40b, payments to partners of a firm. This one, so very important section. പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്നേഴ്സിന് കിട്ടുന്ന പേയ്മെന്റ്സ് എന്തൊക്കെയാണ് പറയാമോ? റെമ്യൂണറേഷൻ കിട്ടാം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അല്ലേ? സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, സാലറി, ബോണസ്, കമ്മീഷൻ or remuneration. So ഇത് എന്ത് പേരിൽ വിളിച്ചാലും remuneration by whatever name called, by whatever name called. So ഇത് ഇങ്ങനെയുള്ള payments ഏത് പേരിൽ വിളിച്ചാലും paid to any partner, paid to any partner who is not a working partner. So very underline that point. So remuneration, so നമുക്ക് എങ്ങനെ പറയാം, remuneration paid to a partner who is not a working partner, comma, okay, so working partner അല്ലെങ്കിൽ disallowance. Then second one, payment of remuneration, payment of remuneration. Then അടുത്തൊരു ഇതോടെ വരുന്നുണ്ട്, or interest to a working partner, So first case പറഞ്ഞിട്ടുണ്ടായിരുന്നു remuneration to a non-working partner, not a remuneration or interest to a working partner, then which is not authorized by partnership deed. So partnership deedil പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ deedil authorize ചെയ്തിട്ടില്ല, which is not in accordance with terms of partnership deed, terms of partnership deed. Okay. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാക്കേണ്ട എങ്ങനെയാണ് റെമ്യൂണറേഷൻ ഒരു വർക്കിംഗ് പാർട്ട്ണർ അല്ലാത്തവർക്ക് ഒരാൾക്ക് റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് 40 എന്താ സെക്ഷൻ 40 പറയുന്ന എല്ലാം എന്താണ്, ഡിസലവൻസ് ആണ്. സോ 40B പ്രകാരം എന്താണ് ഡിസലവ് ചെയ്യും. സോ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ടു എ വർക്കിംഗ് പാർട്ട്ണർ, സോ വർക്കിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്നത് റെമ്യൂണറേഷൻ മാത്രമല്ല ഇൻട്രസ്റ്റും. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഓതറൈസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം അല്ല കൊടുത്തിരിക്കുന്നെങ്കിൽ എന്താണ്, അതും ഡിസലവ് ചെയ്യും. ക്ലിയർ അല്ലേ 2 പോയിന്റ്? Yes, sir. Then next one, payment of remuneration, comma,
or interest to a working partner, to a working partner, to a working partner. Okay. Then next point, authorized by and in accordance with and authorized by and in accordance with terms of partnership deed, but relates to a period falling prior to date of such partnership. So partnership deed എടുക്കുന്നതിന് മുമ്പുള്ള ഡേറ്റിലാണ് കറസ്പോണ്ട്സ് ടു ആ ഡേറ്റ്, ഡീഡിന് മുമ്പുള്ള ഒരു ഡേറ്റിലേക്കാണ് റെമ്യൂണറേഷനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ കൊടുക്കുന്നതെങ്കിൽ and is not authorized by earlier deed. Okay. Earlier deed. That next point. Payment of interest. Payment of interest to any authorized, to any partner, authorized by deed, by partnership deed, to the extent of excess of the amount calculated at 12% simple interest per annum. So that means maximum ഡീഡിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര വരെ കൊടുക്കാൻ പറ്റുള്ളൂ? മാക്സിമം 12% വരെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. Then next point. Payment of remuneration to a working partner authorized by deed. Such payment to working partner exceeds the following limit. Very important. On first 3 lakh of book profit or loss, rupees 1,50,000 or 90% of book profit
on the balance 60%. On the balance book profit 60%. So on the first 3 lakh, ഇവിടെ ഇത് രണ്ടിൽ നോക്കാം, whichever is higher. So higher amount total remuneration ആയിട്ട് കണക്കാക്കാം. So ഇവിടെ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു, വെരി ഇമ്പോർട്ടന്റ് വേർഡ്, ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ്, ബുക്ക് പ്രോഫിറ്റ്. എന്താണ് ഈ ബുക്ക് പ്രോഫിറ്റ് മീൻസ്? എന്താണ് ബുക്ക് പ്രോഫിറ്റ്? ഇതാണ് ബുക്ക് പ്രോഫിറ്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, നമുക്കൊരു ചാർട്ടായിട്ട് വരയ്ക്കാം. അത് allowable deduction under section 40B. ഒന്ന് ശ്രദ്ധിക്കാം, നമ്മളിപ്പം 40B ഡിസലവൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഫസ്റ്റ് 2 സെക്ഷൻ ആയിട്ട് തിരിക്കാണ്. റെമ്യൂണറേഷൻ, റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലിന് പുറത്തുള്ള ഇൻട്രസ്റ്റ്, ദെൻ അതിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ. ഓക്കെ, സോ റെമ്യൂണറേഷൻ അലൗ ചെയ്യണമെങ്കിൽ ആർക്കായിരിക്കണം പേ ചെയ്തിരിക്കുന്നത്? ഒരു വർക്കിംഗ് പാർട്ട്ണർക്കായിരിക്കണം. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന കേസിൽ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല? വർക്കിംഗ് പാർട്ട്ണർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. സൈലന്റ് പാർട്ട്ണർ ആണെങ്കിലും ക്യാപിറ്റൽ കൊണ്ടുവന്നതിന് പുറത്ത് ഇൻട്രസ്റ്റ് കൊടുത്താൽ എന്ത് കിട്ടും? പാർട്ട്ണർഷിപ്പ് ഫേമിന് അലൗഡ് ആസ് ഡിഡക്ഷൻ. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താകാം? എനി പാർട്ട്ണർ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് Yes, sir. ദെൻ ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ എന്തിനകത്ത് പറഞ്ഞിട്ടുണ്ടാവണം? റെമ്യൂണറേഷൻ കൊടുത്തിരിക്കുന്ന ഡിഡക്ഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലെ? ഓതറൈസ്ഡ് ബൈ ഡീഡ്, ഓതറൈസ്ഡ് ബൈ ഡീഡ് അല്ലെ? ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡീഡ് ഓർ ഇൻ അക്കോർഡൻസ് വിത്ത് ഡീഡ്. ഇതെവിടെയും പറഞ്ഞിട്ടുണ്ട്, സെയിം തന്നെ ഇവിടെ ഇൻട്രസ്റ്റിന്റെ കേസിൽ. ദെൻ എപ്പോഴായിരിക്കണം? പീരീഡ് ഫോളിങ് ഓൺ ഓർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഡീഡ്. സോ എന്താന്ന് വെച്ചാൽ 1/4/2021 ഡീഡ് എഴുതുന്നത്. എന്നിട്ട് അതിനകത്ത് പറയാണ് അതിന് മുമ്പുള്ള പീരീഡിലും കൂടെ എന്താണ് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറഞ്ഞാൽ അത് പറ്റില്ല. സോ ഡീഡ് എന്നാണോ രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീഡിന്റെ ഡേറ്റ് എന്നാണോ അന്ന് മുതലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻ റെമ്യൂണറേഷൻ ആണെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിലും കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? Yes, sir. ഡിഡക്ഷൻ കിട്ടുന്നത് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. സോ 2 കേസിലും എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ, എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. സോ നമുക്ക് ഏറ്റവും എളുപ്പം ഇതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്താണ്? 2 കാര്യങ്ങളാണ്. റേറ്റ് ആസ് പെർ ഡീഡ് ഓർ 12% per annum. 12% per annum ഇതില് ലീസ്റ്റ്. സോ അതായത് ഡീഡില് 15% ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ നോക്കും, പക്ഷെ എത്രയേ ഡിഡക്ഷൻ കിട്ടുള്ളൂ? ഡീഡില് പറയാണ് പാർട്ട്നേഴ്സിനെല്ലാം ക്യാപിറ്റലിന് 15% ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കാം, പക്ഷെ ഡിഡക്ഷൻ എത്ര പെർസെന്റേജ് കിട്ടുള്ളൂ? 12%. സോ ഡീഡിൽ പറഞ്ഞിരിക്കുകയാണ് എല്ലാ പാർട്ട്നേഴ്സിനും ക്യാപിറ്റലിന്റെ 11% ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ അപ്പോഴും എത്രയേ കിട്ടുള്ളൂ? 11%. 11%. സോ ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് അല്ലെങ്കിൽ 12% whichever is less എന്ന് വേണം മനസ്സിലാക്കാൻ. ക്ലിയർ അല്ലേ? Yes, sir. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ റെമ്യൂണറേഷന്റെ കേസിൽ നമ്മൾ അത് കണ്ടുപിടിക്കണം, എത്രയാണ് ഡിഡക്റ്റബിൾ റെമ്യൂണറേഷൻ.
So first case, if book profit. ഇവിടെ മൊത്തം ആ സാറ് പറഞ്ഞ ആ സമയം തൊട്ട് മൊത്തം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് എല്ലാവരും ചോദിച്ചു അവൻ ഇവിടെ ഒന്നും വന്നിട്ടില്ല. വരിയാണ് തിരിച്ച് നമുക്ക് അവിടെ നോർത്തിൽ കൊടുത്തേക്കാം. അവന് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിൽ അവനോട് വിളിച്ച് കരഞ്ഞു കുത്തി കാല് പിടിച്ചിട്ട് വിട്ടതാണ്. 2000 രൂപ മടക്കി ഞാൻ കൊടുപ്പിച്ചതാണ്. ആ തട്ടിപ്പ് ഇവിടെ വേണ്ട. നമുക്ക് ഇവന്മാർ ആ ജട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ തിരിച്ചു പോയി ഒരു പണിയും കാണിക്കണ്ട. ഞാൻ നോക്കി ഞാൻ പറഞ്ഞു ഞാൻ തെക്കോടൊക്കെ നടന്നു. ഇപ്പൊ നടന്നിട്ട് വന്നിട്ടില്ല. നോക്കാം, നമുക്ക് നാളത്തെ നോക്കാം. മ്യൂട്ട് ചെയ്യണേ. Okay, so done. If book profit up to rupees 3 lakhs, so that means book profit up to rupees 3 lakh, and that means loss agam അല്ലെങ്കിൽ 2,90,000 agam book profit. So അവിടെ വരുന്നത് നമുക്ക് ഒന്നുകിൽ 1,50,000 or 90% into book profit. ഇതിൽ ഏതാണോ ഹയർ അത്രയും വരെ എന്ത് കൊടുക്കാം? റെമ്യൂണറേഷൻ കൊടുക്കാം എന്നുള്ളതല്ല, ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, സോ 3 ലക്ഷത്തിന് മുകളിലാണ് ബുക്ക് പ്രോഫിറ്റ് എങ്കിൽ റിമൈനിങ് ബുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടും? 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ക്ലിയർ ആണോ? ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്കൊരു കാര്യമാണ് എന്താണ്, ഇതിനകത്തൊരു പുതിയൊരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു, ബുക്ക് പ്രോഫിറ്റ്. എന്താണ് ബുക്ക് പ്രോഫിറ്റ്? book profit. Okay, computation of book profit. Particulars, then amount in rupees. Particulars, amount in rupees. Particulars, amount in rupees. Okay, ഇവിടെ ശ്രദ്ധിക്കാം. Net profit as per. So നമ്മുടെ ഒരു ബിസിനസിന്റെ അല്ല പ്രൊഫഷന്റെ P&L എന്നിട്ടുണ്ട്. Net profit as per profit and loss account. Net profit as per profit and loss account. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ആഡ് റെമ്യൂണറേഷൻ, അതായത് ഈ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു P&L റെമ്യൂണറേഷൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ? റെമ്യൂണറേഷൻ ഡെബിറ്റഡ് ടു P&L. സോ P&L എന്തെങ്കിലും റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ഡെബിറ്റഡ് ടു P&L. സോ അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട 2 കാര്യങ്ങളാണ് 40B പ്രകാരം കണ്ടുപിടിക്കുന്നത്. ഒന്ന് റെമ്യൂണറേഷനും ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ഇത് രണ്ടും ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ടും ആഡ് ബാക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇല്ല. സോ ഈ കിട്ടുന്നതിൽ നിന്ന് ലെസ്, ഇവിടെ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആസ് പെർ സെക്ഷൻ 40B. സോ സെക്ഷൻ 40B പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? ഒന്നുകിൽ DD പറഞ്ഞിരിക്കുന്ന റേറ്റ് അല്ലെങ്കിൽ 12%, വിച്ച് എവർ ഈസ് ലോവർ. അത് പ്രകാരം ആക്ട് പ്രകാരം നമുക്ക് എക്സാക്ട് ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ബുക്ക് പ്രോഫിറ്റ്. സോ ഈ ബുക്ക് പ്രോഫിറ്റിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, അപ് ടു ബുക്ക് പ്രോഫിറ്റ് അപ് ടു 3 lakh ആണെങ്കിൽ 1,50,000 or 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്, വിച്ച് എവർ ഈസ് ഹയർ. ദെൻ റിമൈനിങ് ബുക്ക് പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റ് ആണ്? 60%. ജസ്റ്റ് ഒരു ബുക്ക് പ്രോഫിറ്റ് 4 ലക്ഷം ഉണ്ടെങ്കിൽ, ബുക്ക് പ്രോഫിറ്റ് 4 ലക്ഷം ഉണ്ടെങ്കിൽ, സോ ഇത് നമുക്ക് ലിമിറ്റ് ആണ്. ഒന്നുകിൽ DD പറഞ്ഞിരിക്കുന്ന ഫിഗർ അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് വെച്ച് കണ്ടുപിടിക്കുന്ന വിച്ച് എവർ ഈസ് ലെസ്. ബുക്ക് പ്രോഫിറ്റ് 4 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ ആകാം ഈ ലിമിറ്റ്? ബുക്ക് പ്രോഫിറ്റ് 4 ലക്ഷം ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ട് അപ് ടു ബുക്ക് പ്രോഫിറ്റ് 3 lakh വരെ എത്ര കിട്ടും? 1,50,000 അല്ലെങ്കിൽ 90%. സോ 3 lakhന്റെ 90% എത്ര വരും? 2,70,000 അല്ലെ? അതല്ലേ ഹയർ. സോ റിമൈനിങ് 1 lakhനോ 90%, ഇതിന്റെ എത്രയാണ്? 60%. That means 60,000. നമുക്ക് എത്ര വരെ കൊടുക്കാം റെമ്യൂണറേഷൻ മാക്സിമം?
3,10,000. സോ ഇതിന് മുകളിലാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഡീഡിൽ പറഞ്ഞിരിക്കുന്ന ഇതിൽ താഴെയാണെങ്കിൽ ഏതേ എടുക്കുള്ളൂ? സോ ഇത് ഉണ്ടോ, ഇതാണ് 40B പ്രകാരം മാക്സിമം നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്ന എമൗണ്ട് ഇതാണ്. സോ ഡീഡിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആക്ച്വലി കൊടുത്തിരിക്കുന്ന ഇതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എത്ര ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ? എത്രേ പറ്റുള്ളൂ? പറ്റുള്ളൂ സാർ ഇത് 3,30,000 അല്ലേ വരുന്നത്? 3,30,000. ഓക്കെ, 3,30,000. സോ നമുക്ക് ആക്ച്വലിൽ പറഞ്ഞിരിക്കുന്നു 4 ലക്ഷം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ടോട്ടൽ റെമ്യൂണറേഷൻ 4 ലക്ഷം. നമുക്ക് 3,30,000 ആണോ 4 lakh ആണോ ഡിഡക്ട് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഡീഡ് പ്രകാരം 4 ലക്ഷം വരെ കൊടുക്കാം, അല്ലെങ്കിൽ ആക്ച്വലി 4 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. എത്ര ഡിഡക്ട് ചെയ്യാൻ പറ്റും? 3,30,000. സോ ആക്ച്വലി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡീഡ് പ്രകാരം എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു 2,50,000 ആണെങ്കിൽ നമുക്ക് എത്ര ഡിഡക്ട് ചെയ്യാം? ഈ 3,30,000 ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 2,50,000. ആക്ച്വലി പേ ചെയ്തത് അല്ലെങ്കിൽ ആക്ച്വലി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന എമൗണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഡക്ട് ചെയ്യാൻ പറ്റും. അതും കൂടെ ശ്രദ്ധിച്ചോണം. ഓക്കെ, സോ ഇത് മാക്സിമം ലിമിറ്റ് കണ്ടുപിടിക്കുന്നതാണ് 40B. അല്ലാണ്ട് അത്രയും ഡിഡക്ട് ചെയ്യണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ട് ലിമിറ്റ് ചെയ്തണം. കുറച്ചേ കൊടുത്തിട്ടില്ലെങ്കിൽ എത്രയാണ് എക്സാക്ട്ലി കൊടുത്തത് അത്രയും നമുക്ക് ഡിഡക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? Yes, sir. ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ച ക്ലിയർ ആണല്ലോ അല്ലേ? കോൺസെപ്റ്റ് മനസ്സിലാക്കണം. സോ ഇതായത് ഈ നെറ്റ് പ്രോഫിറ്റ് അതിനകത്ത് P&L റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ആഡ് ചെയ്യുക. ദെൻ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കാനാണ് ബുക്ക് പ്രോഫിറ്റ് വേണ്ടത് 40B പ്രകാരം. ദാറ്റ് മീൻസ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് അല്ലെങ്കിൽ 12% വിച്ച് എവർ ഈസ് ലോവർ അത് വെച്ച് കണ്ടുപിടിച്ച എക്സാക്ട് ഡീഡ് പ്രകാരം കുറയ്ക്കാവുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ബുക്ക് പ്രോഫിറ്റ്. ദെൻ അതിന്റെ പുറത്താണ് നമ്മൾ 90%ഉം 60%ഉം പെർസെന്റേജ് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. Then next one. So 40 small a and 40 small b okay ആണല്ലോ അല്ലേ? Clause B. Clear അല്ലേ? Yes, sir. Then next one, very important. Section 40A, section 40A2, section 40A2, capital A, subsection 2, section 40 capital A, subsection 2. So very important. Payments made to relatives in excess payment made to relatives in excess. Or unreasonable. Okay. So very important. Any expenses incurred in respect of which payment is made to a related person or entity to the extent it is excessive or unreasonable. So very important. To the extent, unreasonable or excess. To the extent it is excessive. So that means ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണോ എൻറ്റിറ്റിക്കോ നോർമലി നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടായത്. സോ ജസ്റ്റ് ഒന്ന് വിചാരിക്കാം, ഒരു റിലേറ്റഡ് പേഴ്സണ് എക്സ്പെൻഡിച്ചർ ഉണ്ടായത് ജസ്റ്റ് പറയാണ്
100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. സോ അതൊരു നോൺ റിലേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ 80 റുപ്പീസേ വരുള്ളായിരുന്നു. സോ റിലേറ്റഡ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിൽ 100 ആക്കി കാണിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുത്തു. സോ നമുക്ക് എത്ര വരെ ഡിഡക്ഷൻ പറ്റുള്ളൂ? നമുക്കൊരു വർക്ക് ചെയ്ത് എന്ത് പറയാം, നമ്മൾ P&L ഡെബിറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഒരു നോൺ റിലേറ്റഡ് പാർട്ടി ആയിരുന്നെങ്കിൽ 80 റുപ്പീസ് കൊടുക്കേണ്ടത് റിലേറ്റഡ് പാർട്ടി ആയപ്പോൾ നമ്മൾ കൂടുതൽ കൊടുത്തു, 100 രൂപ കൊടുത്തു. സോ ദാറ്റ് മീൻസ് നമുക്ക് ഈ എക്സ്പെൻഡിച്ചർ നമ്മൾ എന്താണ് 100 രൂപ P&L ഡെബിറ്റ് ചെയ്യുന്നല്ലേ. സോ 48(2) എന്താണ് പറയുന്നത്, അൺറീസണബിളോ എക്സസീവ് ആണെങ്കിൽ ടു ദാറ്റ് എക്സ്റ്റെന്റ് എന്ത് ചെയ്യും, ഡിസലവ് ചെയ്യും. സോ നോർമൽ കോഴ്സിൽ നമുക്ക് എത്ര ചെലവാകുന്നതാണ്, 80 ചെലവാകുന്നതാണ്. സോ അതുവരെ എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഇവിടെ അൺറീസണബിൾ അല്ലെങ്കിൽ എക്സസീവ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്, 20 rupees. 20 റുപ്പീസ്. ഈ പറയുന്ന 20 റുപ്പീസ് ആണ് ഡിസലവ് ചെയ്യുന്നത്, അല്ലാണ്ട് എൻ്റയർ 100 റുപ്പീസ് അല്ല. ക്ലിയർ? ടു ദ എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് എക്സസീവ് ഓർ അൺറീസണബിൾ. സോ ദാറ്റ് മീൻസ് ഒരു അൺറിലേറ്റഡ് പേഴ്സണുമായിട്ട് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ടിനെക്കാട്ടിലും എത്രയാണോ കൂടുതൽ വന്നിരിക്കുന്ന ആ എക്സസീവ് എമൗണ്ട് അല്ലെങ്കിൽ ആ അൺറീസണബിൾ എമൗണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡിസലവ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് എന്താണ്, അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ അല്ലേ? Yes, sir. ഞാൻ ശ്രദ്ധിക്കാം. ഇൻഡിവിജ്വലിന്റെ കേസിലാണെങ്കിൽ ഇൻഡിവിജ്വൽ കേസിലാണെങ്കിൽ എനി റിലേറ്റീവ് ഓഫ് അസസി, എനി റിലേറ്റീവ് ഓഫ് ഇൻഡിവിജ്വൽ. സോ ഹൗസ്, മദർ, ഫാദർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ലീനിയൽ അസെൻഡന്റ്, ലീനിയൽ ഡിസെൻഡന്റ് ഒക്കെ എന്താണ് റിലേറ്റീവിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്. ദെൻ HUF ആണ് അസസി എങ്കിലോ, HUF ആണെങ്കിലോ HUFO AOPO BOI ആണെങ്കിൽ മെമ്പേഴ്സ് പറയുന്ന HUF AOPയിലോ BOയിലോ മെമ്പേഴ്സ് ആൻഡ് ദെയർ റിലേറ്റീവ്സ് എല്ലാം എന്തിൽ പെടുന്നതാണ്, 48(2)ൽ റിലേറ്റീവ്സിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്. ദെൻ ഫേം അല്ലെങ്കിൽ LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ ആൻഡ് ദെയർ റിലേറ്റീവ്സ്. സോ ആ ഫേമിന്റെ പാർട്ട്നേഴ്സും പാർട്ട്നേഴ്സിന്റെ റിലേറ്റീവ്സും ഇതിനകത്ത് വരും, ഈ പറയുന്ന 48(2)ന്റെ റിലേറ്റീവിന്റെ ഡെഫിനിഷനിൽ വരും, അല്ലെങ്കിൽ റിലേറ്റഡ് എൻറ്റിറ്റിയുടെ ഡെഫിനിഷനിൽ വരും. കമ്പനി ആണെങ്കിൽ director and their relatives. Yeah. Next one. Then any person who has substantial interest in the business or profession of a relative, business or profession of the assessee, in the business or profession of assessee. സോ അസസിയുടെ ബിസിനസ്സിലോ പ്രൊഫഷനിലോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പേഴ്സണെ നമുക്ക് എന്ത് പറയാം, റിലേറ്റീവ് ആയിട്ട് കണക്കാക്കാം. ഇതിനകത്ത് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ആണെങ്കിൽ 20% ഓഫ് ഇക്വിറ്റി ഷെയർസ് വോട്ടിംഗ് റൈറ്റ്, ഫേമോ അല്ലെങ്കിൽ കമ്പനിയുടെ വേറെന്തെങ്കിലും ആണെങ്കിൽ പ്രോഫിറ്റിന് 20% ഷെയർ എങ്കിലും ഉള്ള ഒരാളാണെങ്കിൽ, സോ അയാൾ പാർട്ട്ണർ ആകണമെന്ന് പോലും ഇല്ല, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ എന്തായിട്ട് കൂട്ടും, അയാളുടെ 48(2) പ്രകാരം എന്താണ് റിലേറ്റഡ് അല്ലെങ്കിൽ റിലേറ്റഡ് എൻറ്റിറ്റി ആയിട്ട് കൂട്ടും. ഓക്കെ അല്ലേ? Yes, sir. സോ ഇവർക്ക് ഈ റിലേറ്റീവിന്റെ ഡെഫിനിഷനിൽ വരുന്ന ആർക്കെങ്കിലും പേയ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് നോക്കിയാൽ മതി,
എക്സസീവ് ആണോ അല്ലെങ്കിൽ അൺറീസണബിൾ ആണോ, ഒന്നുകിൽ എത്രയാണോ എക്സസീവ് അല്ലെങ്കിൽ എത്രയാണോ അൺറീസണബിൾ ആയിട്ടുള്ളത് ആ എമൗണ്ട് മാത്രമാണ്, അല്ലാണ്ട് എൻറ്റയർ എമൗണ്ട് ഡിസലവ് ചെയ്യില്ല. ക്ലിയർ അല്ലേ പ്രൊവിഷൻ? Yes, sir. നെക്സ്റ്റ് വൺ 40A3. ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കയറി വരുന്നതാണ്. വലിയൊരു പ്രോബ്ലത്തില് സെക്ഷൻ 40A3 എന്താണ് 40A3? Cash payment exceeding rupees 10,000 to single person in a single day. So 40A3 എന്താണ് പറയുന്നത്? ഒരു ദിവസം 10,000 മുകളിൽ ഒരാൾക്ക് ഒറ്റ ദിവസം, സിംഗിൾ ഡേ സിംഗിൾ പേഴ്സൺ, ഒരാൾക്ക് ഒരു ദിവസത്തിന് മുകളിൽ 10,000 മുകളിലായി എന്താണ് ക്യാഷ് പേയ്മെന്റ് കൊടുത്താൽ എന്താണ് ഡിസലവൻസ് അട്രാക്ട് ചെയ്യും. സോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ ഡിസലവ് ചെയ്യും. സോ ദാറ്റ് മീൻസ് എന്താണ് ക്യാഷ് പേയ്മെന്റ് കുറയ്ക്കാനായിട്ടാണ്. സോ ക്യാഷ് കൊടുക്കുക മീൻസ് എന്താണ് ടാക്സ് ഇല്ലാതെ കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ ഇവേഷൻ ഓഫ് ടാക്സ് എന്ന രീതിയിലാണ് അവർ കണക്കാക്കുന്നതുകൊണ്ട് എന്താണ് ഏറ്റവും ലിമിറ്റ് വെച്ചിരിക്കുന്നത് 10,000 മുകളിൽ ഒരാൾക്ക് ഒരു ദിവസം ക്യാഷ് ആയിട്ട് കൊടുത്താൽ അത് എന്ത് കാണിക്കാൻ പറ്റില്ല, എന്റെ P&L അല്ലെങ്കിൽ ബിസിനസ് ഇൻകം കണ്ടുപിടിക്കുമ്പോൾ എന്താണ് എന്നെ ഡിസലവ് ചെയ്യും. ദാറ്റ് മീൻസ് എന്താണ് ഞാൻ കാണിച്ചാലും 10,000 മുകളിൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് എന്ത് ചെയ്യും ആഡ് ബാക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. If assessee makes payment for any expenditure, so any expenditure, that means it can be a revenue expenditure, it can be a capital expenditure. So നമ്മൾ ലാസ്റ്റ് ഡേ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ കേസിലെല്ലാം അഡീഷൻസ് അല്ലെങ്കിൽ പർച്ചേസസ് എല്ലാം എന്താണ് ഒരു അക്കൗണ്ട് പേ ചെക്കിലൂടെയാണ് അക്കൗണ്ട് പേ ചെക്കിൽ, ബിക്കോസ് 10,000 മുകളിൽ ക്യാഷ് ആയിട്ടാണ് കൊടുത്ത് എനി ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ പോലും എന്ത് ചെയ്യും ഡിസലവൻസ് അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ എല്ലാം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ട് പേ ചെക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്ന്. ക്ലിയർ അല്ലേ? എനി എക്സ്പെൻഡിച്ചർ ടു എനി പേഴ്സൺ to any expenditure to any person otherwise than by account pay check or account pay demand draft, account pay demand draft or use of electronic clearing system, through a bank account, or any other mode as may be prescribed. So നമ്മൾ 48 ജനറൽ ആയിട്ട് ക്യാഷ് പേയ്മെന്റ് എക്സീഡിംഗ് എന്ന് പറഞ്ഞാലും ഇൻഡെപ്തിലേക്ക് പോകുമ്പോൾ എനി എക്സ്പെൻഡിച്ചർ ടു എനി പേഴ്സൺ ഫോർ എനി അതർവൈസ് ദാൻ ബൈ ഫോർ എനി എക്സ്പെൻഡിച്ചർ ടു എനി പേഴ്സൺ otherwise than by account by check or account by demand draft അല്ലെങ്കിൽ നെഫ്റ്റ് ട്രാൻസ്ഫർ through a bank account or any other mode as may be prescribed, which is more than
So കൊടുത്തിരിക്കുന്ന amount which is more than rupees 10,000, which is more than rupees 10,000 in a day. In a day. In a day. Such expenditure shall be disallowed. Such expenditure shall be disallowed. Clear? So that means ഒരു ദിവസം ഒരാൾക്ക് 10,000 മുകളിൽ അക്കൗണ്ട് ബൈ ചെക്കോ അക്കൗണ്ട് ബൈ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ നെഫ്റ്റ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ചോ അല്ലാതെ 10,000 രൂപയ്ക്ക് മുകളിൽ കൊടുത്താൽ entire amount will be disallowed. Okay അല്ലേ? Yes, sir. So അതായത് 10,000 രൂപ കൊടുത്താൽ എന്താണ് 10,000 രൂപ ഡിസലവൻസ് ആവും ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ. Second point, if payment made to transporter, so transport entity ആണ് കൊടുക്കുന്നതെങ്കിൽ then limit is rupees 35,000 instead of rupees 10,000. So transporting undertaking ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് 10,000 പകരം നമുക്ക് ലിമിറ്റ് എത്രയാണ് 35,000 ആണ്. ദാറ്റ് മീൻസ് ട്രാൻസ്പോർട്ടർക്ക് ആണെങ്കിൽ 35,000 എബോവ് മുകളിൽ ക്യാഷ് കൊടുത്താൽ മാത്രമേ നമ്മൾ എന്ത് അട്രാക്ട് ചെയ്യത്തുള്ളൂ ഈ പറയുന്ന ഡിസലവൻസ് അട്രാക്ട് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് 40A3 അല്ലെങ്കിൽ 40A3 എന്നൊക്കെ നമ്മൾ പറയാവുന്ന ഒരു പോയിന്റ് ആണ്. Expenses claimed as deduction. Expenses claimed as deduction in earlier year on accrual basis. And if such expenses is paid in cash, subsequently paid in cash subsequently, then deduction allowed earlier shall be withdrawn and taxable as Pgbp and taxable as Pgbp. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഇത് എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പെട്ടെന്ന് ഒത്തിരി പേര് തെറ്റിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളെ നോക്കാം അസസ്മെന്റ് ഇയർ 2021 അല്ലെങ്കിൽ 21-22. സോ ഇവിടെ ഒരു P&L ഉണ്ടായിരുന്നു. സോ അതിനകത്ത് ഡെബിറ്റ് ക്രെഡിറ്റ്. ഓക്കെ. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് അക്രൂവൽ ബേസിസിൽ അല്ലെങ്കിൽ ഡ്യൂ ബേസിസിൽ എന്താണ് ഒരു എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്തു നമ്മൾ. സോ ക്ലെയിം ചെയ്ത് ആ ഇയറിൽ എന്തൊക്കെ കാണിച്ചു ഡിഡക്ഷൻ ആയിട്ട് എടുത്തു. ഒരു എക്സ്പെൻഡിച്ചർ ആയിരുന്നു, ഡ്യൂ ബേസിസിൽ ക്ലെയിം ചെയ്യാവുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആയിരുന്നു. ദെൻ അസസ്മെന്റ് ഇയർ 22-23 എന്താണ് അവിടെ ആക്ച്വലി പേയ്മെന്റ് നടന്നില്ല, പക്ഷെ നമ്മൾ ക്ലെയിം മേടിച്ചെടുത്തു. അസസ്മെന്റ് ഇയർ 22-23 വരുമ്പോഴത്തേക്കും എന്നിട്ട് എന്താണ് സോ ഡ്യൂ ബേസിൽ മേടിച്ച് ഈ ഇയറിൽ എന്ത് ചെയ്തു ക്യാഷ് പേയ്മെന്റ് കൊടുത്തു. ക്യാഷ് ആയിട്ട് ഒരു 25,000 ആണെങ്കിൽ 25,000. സോ ഇവിടെ ഡ്യൂ ബേസിസിൽ ഡ്യൂ ആയി അത് ക്ലെയിം ചെയ്യാവുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആയിരുന്നു ഡ്യൂ ബേസിസിൽ. ദെൻ അക്കൗണ്ട് പേ ചെക്ക് കൊടുക്കുന്നതിന് പകരം എന്താണ് ക്യാഷ് പേയ്മെന്റ് കൊടുത്താൽ സോ ആക്ച്വലി ഈ 25,000 ഈ വർഷത്തെ എക്സ്പെൻഡിച്ചർ ആണോ? അല്ല. സോ ദാറ്റ് മീൻസ് നമ്മൾ എടുത്തു പറയുന്നുണ്ട് 40A3 എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ നമുക്ക് നോർമലി P&L ഈ വർഷം ക്ലെയിം ചെയ്യേണ്ട എക്സ്പെൻഡിച്ചർ
ഈ വർഷം ക്ലെയിം ചെയ്യേണ്ട എക്സ്പെൻഡിച്ചർ എനി ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ. സോ P&L അല്ലെങ്കിൽ എങ്ങനെ വരാവുന്ന എക്സ്പെൻഡിച്ചർ ക്യാഷ് പേയ്മെന്റ് ആയാലും ഇവിടെ ആക്ച്വലി ഈ വർഷത്തെ എക്സ്പെൻഡിച്ചർ അല്ലല്ലോ, പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഡിഡക്ഷൻ മേടിച്ചിട്ടുണ്ട്. ദെൻ എന്താണ് പർപ്പസ്ഫുള്ളി ഡിഡക്ഷൻ മേടിച്ചെടുത്തിട്ട് എന്താണ് റൂൾസ് വയലേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇങ്ങനെ വയലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ 25,000 എന്ത് ചെയ്യും, അസസ്മെന്റ് ഇയർ 22-23 PGBP ഇൻകോയിട്ട് കണക്കാക്കും. ബിക്കോസ് ഓൾറെഡി ഡിഡക്ഷൻ മേടിച്ചാണല്ലോ. ഇനിയിപ്പോ നമുക്ക് ഡിസലോ ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ഡിഡക്ഷൻ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം. ഓക്കെ, സോ എന്ത് ചെയ്യും, ആ എമൗണ്ട് എന്താണ് ഏത് പ്രീവിയസ് ഇയറിലാണോ ക്യാഷ് ആയിട്ട് അടച്ചത് ആ പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് ടാക്സ് ചെയ്യും, PGBP ഇൻകോയിട്ട് ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇഫ് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ക്രോസ്ഡ് ചെക്ക് ഡിസലവൻസ് അട്രാക്ട് ചെയ്യുവോ ഇല്ലയോ? ഡിസലവൻസ് അട്രാക്ട് ചെയ്യുവോ ഇല്ലയോ? സോ ക്രോസ്ഡ് ചെക്ക് ഒരിക്കലും എന്താകത്തില്ല, അക്കൗണ്ട് പേ ചെക്ക് ആകത്തില്ല. സോ ഇവിടെ എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ട് പേ ചെക്ക് or account pay demand draft or electronic system through a bank or any other mode as may be present. So just cross ചെയ്താൽ അത് എന്താകത്തില്ല, അക്കൗണ്ട് പേ ചെക്ക് ആകത്തില്ല. സോ ജസ്റ്റ് ക്രോസ് ചെക്ക് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ്മെന്റ് കയറി വരുന്നതാണ്. ക്രോസ് ചെക്ക് ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട് പേ ചെക്ക്, therefore not allowed as deduction. That means in the attract ചെയ്യും, disallowance under section 40A(3) attract ചെയ്യും. ക്ലിയർ അല്ലേ? Yes, sir. പിന്നെ ഒരു ഇത് പറയുന്നത് നമുക്ക് എക്സാമിനൊക്കെ എഴുതി വെച്ചില്ല, ക്രോസ് ചെക്ക് ആണ് നോർമലി ഒരു അഡ്ജസ്റ്റ്മെന്റ്. ദെൻ പറയാണ് ഈ പറയുന്ന ബിസിനസ് എൻറ്റിറ്റിയും മറ്റേ പർച്ചേസോ അല്ലെങ്കിൽ അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന എൻറ്റിറ്റി ആയിട്ട് എന്താണ് ദർ ഇസ് ആൻ എഗ്രിമെന്റ്, ഇത്ര വരെ അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അതാണ് കൊണ്ടുവരും. സോ ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഞങ്ങൾക്ക് ചെക്ക് പേയ്മെന്റ് പറ്റത്തില്ല, ക്യാഷ് പേയ്മെന്റ്. സോ അതോറിറ്റി ഇൻകം ടാക്സ് ആക്ട് എന്താണ് ഇതിനെയൊക്കെ ഓവർ റൈഡ് ചെയ്യുന്നത്. സോ അവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിലും ഈ പറയുന്ന ലിമിറ്റിന് മുകളിൽ ക്യാഷ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടോ എന്ത് ചെയ്യും, അവർ തമ്മിലുള്ള എഗ്രിമെന്റോ അവർ തമ്മിലുള്ള കോൺട്രാക്റ്റോ ഒന്നും നോക്കത്തില്ല, ഡിസലോ ചെയ്യും. ക്ലിയർ അല്ലേ? ആ Yes, sir. പറയുന്ന എഗ്രിമെന്റിനെ എല്ലാം ഓവർ റൈഡ് ചെയ്യും. എന്താണ് ഇൻകം ടാക്സ് പർപ്പസിലുള്ള 40A(3). ഓക്കെ അല്ലേ? Okay, sir. സോ ഇനി കുറച്ച് എക്സെപ്ഷൻ കേസസ് ആണ്. റൂൾ 6DD exceptions of section 40A(3) ബ്രാക്കറ്റില് റൂൾ 6DD. റൂൾ 6DD. സോ നമുക്കറിയാം, നമ്മൾ ബാങ്കിലേക്കോ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എപ്പോഴും ചെക്കാണ് ഇടുന്നത്, ബാങ്കിൽ ക്യാഷ് ഇടത്തില്ലേ. സോ ഫസ്റ്റ് വൺ പേയ്മെന്റ്സ്. ബാങ്കിലേക്ക് ചെക്ക് മാത്രം ഇടാൻ പറഞ്ഞാൽ ആർക്കും ഒന്നും തന്നെ ഇടാൻ പറ്റില്ല. പേയ്മെന്റ്സ് മെയ്ഡ് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അതർ ബാങ്ക്സ്, LIC, ദെൻ ഗവൺമെന്റ്. സോ ഗവൺമെന്റിനും എന്ത് ചെയ്യാം, ക്യാഷ് പേ ചെയ്യാം. ദെൻ payments made through so any other mode prescribed. So എന്താണ് നെഫ്റ്റ് ട്രാൻസ്ഫർ ഉണ്ട്, RTGS ഉണ്ട്, ദെൻ ഡെബിറ്റ് കാർഡ് പേയ്മെന്റ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണ് ഇലക്ട്രോണിക് കൊമേഴ്സ് സിസ്റ്റം ഉണ്ട്. ദെൻ ക്രെഡിറ്റ് കാർഡ്. സോ ഇപ്പൊ നമുക്കുള്ള UPI, ദെൻ ഗവൺമെന്റിന്റെ ഭീം ആപ്പ്, ഇതെല്ലാം യൂസ് ചെയ്ത് പേ ചെയ്താൽ എത്ര പേ ചെയ്താലും നമുക്ക് എന്താണ് ഡിസലവൻസ് അട്രാക്ട് ചെയ്യൂല. സോ എനിക്ക് ബിസിനസ്സിൽ ഒരു ഡീൽ വന്നു. സോ അയാൾക്ക് ഞാൻ ഒരു 30,000 രൂപ പേ ചെയ്യാനുണ്ട്. സോ അയാൾ എനിക്ക് വേറെ ഏതോ രീതിയിൽ 30,000 തരാനുണ്ട്. ഞാൻ ബുക്ക് എൻട്രിയിലൂടെ അത് സെറ്റ് ഓഫ് ചെയ്താൽ ഡിസലവൻസ് അട്രാക്ട് ചെയ്യുമോ ഇല്ലയോ? Payments by book entry. So that means adjustment
അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇട്ട് പേജ് എന്താണ് പേയ്മെന്റ് ക്ലോസ് ചെയ്താൽ എന്താണ് അവിടെ ക്യാഷ് വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സോ എനിക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും തമ്മിൽ ഞാൻ എന്ത് ചെയ്തു സെറ്റ് ഓഫ് ചെയ്യുവാണ് ചെയ്തത് അല്ലെങ്കിൽ നെറ്റ് ചെയ്യുവാണ് ചെയ്തത് ബുക്ക് എൻട്രി പകരം. അവിടെയും എന്താണ് ചെയ്യാം, 10,000 മുകളിലാണെങ്കിലും പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? Yes, sir. Payments of producers of agricultural produce. Producers of agri produce, agri products, forest products, poultry products, fish product, live stock, etc. So ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ദെൻ ഫിഷ് പ്രോഡക്ട്സ്. സോ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് നമുക്ക് കാട്ടിലേക്ക് ചെന്നിട്ട് അവിടുന്ന് തേൻ എടുക്കുന്ന കാട്ടിനകത്തുള്ള കാട്ടുവാസികളുടെ നിന്ന് തേൻ മേടിക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് അവർക്ക് ഒരിക്കലും ചെക്കോ അവർക്കൊരു ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് കൊടുക്കാം. ഈ ഫിഷ് പ്രോഡക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് മീൻസ് കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ലേലം പിടിക്കുന്നതാണ്. സോ ദെൻ അവിടുന്ന് പോയിട്ട് നമ്മുടെ ഈ ശീതീകരിച്ച മെഷീൻസിലൊക്കെ വെക്കുന്ന തല പ്രോഡക്ട്സ് ആണെങ്കിൽ അവിടെയൊക്കെ എന്താണ് അട്രാക്ട് ചെയ്യും, PDS അട്രാക്ട് ചെയ്യും. സോ ഡയറക്റ്റ് എന്താണ് ആ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന്, അതുകൊണ്ടാണ് പേയ്മെന്റ് ടു പ്രൊഡ്യൂസേഴ്സ് ഓഫ്. ഈ പ്രൊഡ്യൂസേഴ്സിന് ഡയറക്റ്റ് കൊടുക്കുന്ന പേയ്മെന്റ് അത് ക്യാഷ് പേയ്മെന്റ് വേണമെങ്കിൽ ആകാം. സോ ലേലത്തിനൊക്കെ ചെന്നിട്ട് അവിടെ ചെക്കേ കൊടുക്കുന്നു പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, ഫിഷ് പ്രോഡക്റ്റ് ഒക്കെ തന്നെ. സോ ഫിഷ് പ്രോഡക്റ്റ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ദാറ്റ് മീൻസ് ആ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. സോ അത് ഇന്റർമീഡിയറിയിലൊക്കെ വന്നിട്ട് അവര് വലിയൊരു സ്റ്റോറിൽ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് പിന്നെ സെയിൽ നടത്തിയാൽ അതെന്ത് അട്രാക്ട് ചെയ്യും, PDS അട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ 10,040A3 അട്രാക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? Yes, sir. Next one, payment of retirement benefit up to 50,000. Payment of retirement benefit up to rupees 50,000. So cash payment retirement benefit കൊടുക്കണം, 50,000 വരെ ക്യാഷ് കൊടുക്കാം. അതിന് മുകളിലാണെങ്കിൽ എന്താണ് 40A3 ഡിസലവൻസ് അട്രാക്ട് ചെയ്യും. Payments, payment of salary to an employee who is posted to any other place, posted to any other place or ship for 15 days or more. 15 days or more than his normal place of duty. So normal place അല്ലാതെ വേറെ പ്ലേസ് അല്ലെങ്കിൽ ഷിപ്പിലോ, സോ ഷിപ്പിൽ വർക്കാണ്, വേറെ ഏതെങ്കിലും പോർട്ടിൽ ചെന്ന് ഇറങ്ങി, സോ അവർക്ക് ഉണ്ടോ സാലറി അക്കൗണ്ടിലേക്ക് ഇടാന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സംടൈംസ് അവിടെ ആ ബാങ്കിങ് ഫെസിലിറ്റി ഒന്നും ഇല്ലായിരിക്കും. സോ അവർക്ക് എന്താണ് ക്യാഷ് ആയിട്ട് കിട്ടിയാലേ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സെനാരിയോയിൽ എന്ത് കൊടുക്കാം, ഇതേപോലെ 15 days ഓർ മോർ കൂടുതലായിട്ട് തന്റെ ഒറിജിനൽ പ്ലേസ് ഓഫ് ഡ്യൂട്ടി അല്ല എങ്കിൽ, അവിടെ അല്ല എങ്കിൽ എന്താണ് ക്യാഷ് കൊടുത്താലും എന്ത് അട്രാക്ട് ചെയ്യല, ഡിസലവൻസ് അട്രാക്ട് ചെയ്യല. ഓക്കെ അല്ലേ? Yes, sir. നമ്മുടെ ഏതെങ്കിലും ഒരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് പ്രകാരം പ്ലസ് അതിന്റെ ഒരു 3 days കഴിഞ്ഞിട്ട് ഒരു ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത ദിവസമാണ് ആ എഗ്രിമെന്റിന്റെ ഫൈനൽ ഡേറ്റ്. സോ അന്ന് കൊടുത്തേ പറ്റുള്ളൂ. അതർവൈസ് എനിക്ക് എന്തെങ്കിലും ഡിസലവൻ, അതായത് എനിക്ക് എന്തെങ്കിലും അഡീഷണൽ പേയ്മെന്റ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് ആ ലാസ്റ്റ് ഡേറ്റിൽ കൊടുക്കാൻ, അന്നൊരു ബാങ്ക് ഇല്ല,
അവർക്ക് അന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അന്നും എന്ത് കൊടുക്കാം, ബാങ്കിങ് ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്ത ഒരു ദിവസം, അല്ലെങ്കിൽ ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്ത് പേയ്മെന്റ് made, their banking facility not available. Banking facility not available. ബാങ്കിങ് ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്തൊരു പ്ലേസിലോ ദിവസത്തോ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ഈസ് മെയ്ഡ് by any person to his agent. Any person to his agent. To his agent who is required to make payment. To make payment in cash. In cash. For goods or services on behalf of such person. Okay. For goods or services on behalf of such person. So agent എപ്പോഴും എന്താണ്, ആ പേഴ്സന്റെ ബിഹാഫിലായിരിക്കും ആക്ട് ചെയ്യും. Payment made by an authorized dealer or money changer against purchase of foreign currency. So foreign നമ്മൾ എക്സ്ചേഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോറിൻ കറൻസി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ട് ചിലപ്പോൾ കിട്ടും. അങ്ങനെയുള്ള പേയ്മെന്റ്സും 10,000 എന്ന് പറയുന്ന ആ റെസ്ട്രിക്ഷൻ ലിമിറ്റിൽ വരില്ല. ഫോറിൻ കറൻസി in the അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. സോ അവരെ ഓതറൈസ്ഡ് എക്സ്ചേഞ്ചർ ആണ്. ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. Then payment for purchase of product manufacturers. Payment for purchase of product manufactured without aid of power. Without aid of power in a cottage industry. In a cottage industry. To the producer of such product. To the producer. No. So cottage എന്താണ്, പവറിന്റെ ഏടില്ലാത്ത ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള അവരുടെ ഇൻ കോട്ടേജ് ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസർ ഓഫ് സച്ച് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന പേയ്മെന്റ് ക്യാഷ് ആണെങ്കിലും നമുക്ക് എന്ത് വരത്തില്ല, ഡിസലവൻസ് അണ്ടർ 40A3 അട്രാക്ട് ചെയ്യില്ല. നെക്സ്റ്റ് വൺ ക്ലിയർ ആണല്ലേ? സോ 40A3 എന്താണ് പറയുന്നത്? Cash payment in excess of 10,000 in a single day to a single person is fully disallowed. So transporter ആണെങ്കിൽ 10,000 എന്നുള്ള എത്ര ആയിട്ട് മാറും? 35,000. സോ ഈ പറയുന്ന കാറ്റഗറി കുറിച്ച് ബാക്കി ആർക്ക് ഏത് ടൈപ്പ് ഓഫ് പേയ്മെന്റ് വന്നാലും എന്താണ്, ഫുള്ളി ഡിസലൗഡ് ആണ്. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. Then next one, section 40A7. Section 40A7. Provision for gratuity. Provision for gratuity normally disallowed ആണ്. Disallowed ആണ്, but
So payment to approved gratuity fund or provision actually become payable during previous year. So ഈ രണ്ട് കേസിലും allowed as deduction. So just provision മാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ഡിഡക്ഷൻ കിട്ടത്തില്ല. ഒന്നുകിൽ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്ക് പേയ്മെന്റ് നടത്തിയിരിക്കണം, അല്ലെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ ഈ കൊല്ലം തന്നെ പേയ്മെന്റ് വരുന്ന രീതിയിലാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അലൗഡ്. ജസ്റ്റ് പ്രൊവിഷൻ മാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എന്ത് കിട്ടില്ല, allowed, not allowed as deduction. It should be actually paid ആയിരിക്കും. Okay. Yes, sir. Then next one, very important. Section 43B. നമ്മൾ പലയിടത്തും പറഞ്ഞിരുന്നു 43B എന്തായിരുന്നു? 43B expenses allowed on actual payment basis. Actual payment basis. Okay. So നമ്മൾ 30 to 36 പലയിടത്തും നമുക്ക് 36 പലയിടത്തും കണ്ടായിരുന്നു. 36 അലൗഡ് ആണ്, പക്ഷെ എന്താണ്, സബ്ജക്ട് ടു സെക്ഷൻ 43B. ദാറ്റ് മീൻസ് എന്താണ്, ആക്ച്വലി പേ ചെയ്താൽ മാത്രം ആണ് എന്ത് കിട്ടുന്നത്, ഡിഡക്ഷൻ കിട്ടുന്നത് അണ്ടർ ആസ് പെർ സെക്ഷൻ 36. Okay. So following expenses are allowed as deduction only if they are paid. No, underline that word, paid on or before due date of filing returns. Due date of filing a return under section 139 subsection 1. Under section 139 subsection 1. Clearly. So ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. എന്നത്തേക്കെങ്കിലും പേ ചെയ്തിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ അല്ലേ? Yes, sir. So amounts ഏതൊക്കെയാണുള്ളത്? ഫസ്റ്റ് വൺ, any tax duty, duty cess. So any tax, so income tax അല്ല, GST ആകാം. അതെല്ലാം നമുക്ക് എന്താണ്, ഡിഡക്ഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ എന്താണ്, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിന് മുമ്പ് അയച്ചിരിക്കണം. Then employers contribution to recognized provident fund ആകാം, statutory provident fund ആകാം, approved gratuity fund ആകാം, approved superannuation fund ആകാം, approved gratuity fund ആകാം, any funds as per law. സോ ലോയിൽ പറഞ്ഞിരിക്കുന്ന ഏത് ഫണ്ട് വേണമെങ്കിലും ആകാം, ലോയിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള പേയ്മെന്റ്. സോ എന്തായിരിക്കണം, പേയ്മെന്റ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ എന്താണ്, ആക്ച്വലി ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിന് മുമ്പ് പേ ചെയ്തിരിക്കണം. ദെൻ നമ്മൾ 36 ഡിസ്കസ് ചെയ്യാണ് ബോണസ് ഓർ കമ്മീഷൻ. ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ്. സോ സാലറിയിൽ വരുന്നതാണെങ്കിലും ബോണസോ കമ്മീഷനോ എംപ്ലോയർക്ക് ആക്ച്വലി ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ എന്താണ്, ആക്ച്വലി ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ബോണസ് അല്ലെങ്കിൽ കമ്മീഷൻ ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ എന്തായിട്ട് കിട്ടുള്ളൂ, ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ?
Yes, sir. Then നമ്മൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ബാങ്കിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ്. സോ അവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന കേസിൽ 36 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്സ്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. Next one, leave cash. Leave encashment അല്ലെങ്കിൽ ലീവ് സാലറി. സോ ലീവ് സാലറിയും ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ കൊടുക്കുള്ളൂ. Then next one, any sum payable. Sum payable to Indian Railway, to Indian Railway for use of railway assets. So railway asset യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സം ഡ്യൂ ബേസിസിൽ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല, ആക്ച്വലി പേ ചെയ്താൽ മാത്രം. Then ഇവിടെ പറയാം ഇൻട്രസ്റ്റ് ഓൺ എനി ലോൺ, any loan or borrowings, any loan or borrowing from a deposit taking non banking financial company or systematically important non-deposit taking or systematically important non-deposit taking NBFC, non-banking financial company. സോ ഇതിലെല്ലാം സ്റ്റാർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എഴുതുക. സോ ദാറ്റ് മീൻസ് ഈ ഡ്യൂ ഡേറ്റ് ഓഫ് അല്ലെങ്കിൽ റിട്ടേണിന് ശേഷം കൊടുത്താൽ ഏത് പ്രീവിയസ് ഇയറിലാണോ കൊടുക്കുന്നത് ആ പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്താണ് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇഫ് ദീസ് പേയ്മെന്റ്സ് made after due date of filing a return, such expenses shall be allowed in the year of shall be allowed in the year of actual payment. So actual payment ഏത് ഇയറിലാണോ നടന്നിരിക്കുന്നത് ആ ഇയറിൽ allowed as deduction. So 43B. So actual payment in the basis allow ചെയ്യുന്ന deduction. That means due date of filing return ആണ് പറഞ്ഞിരിക്കുന്നത്. കുറെ payments നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ payments എല്ലാം എന്താണ് actual payment, actual pay ചെയ്യുന്ന 43B പ്രകാരം നമുക്ക് deduction കിട്ടുള്ളൂ. So due date of filing return കഴിഞ്ഞാണ് പേ ചെയ്യുന്നതെങ്കിൽ ഏത് പ്രീവിയസ് ഇയറിലാണോ പേ ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിൽ allowed as deduction. Clear അല്ലേ? Yes, sir. Okay. Next one, section 43 capital A. Section 43 capital A. 43 capital A. Asset acquired from foreign. Assets acquired from
foreign. That point. If any asset acquired from a foreign country, if any asset acquired from a foreign country, asset acquired from a foreign country through a loan, in foreign currency, or foreign suppliers credit, foreign suppliers credit, any loss or gain arising at the time of payment, shall be adjusted with block of asset. So foreign exchange rate അനുസരിച്ച് ഉണ്ടാകുന്ന വ്യത്യാസം സംടൈംസ് ഗെയിൻ ആകാം, സംടൈംസ് ലോസ് ആകാം. എന്താണെങ്കിലും എന്താണ് ആ കോസ്റ്റ് അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഓഫ് അസറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. സോ ആക്ച്വൽ പേയ്മെന്റിന്റെ സമയത്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഗെയിൻ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് അസറ്റിൽ നിന്ന് കുറയ്ക്കും, ലോസ് ആണെങ്കിൽ ആ ലോസ് എന്ത് ചെയ്യും, ബ്ലോക്ക് ഓഫ് അസറ്റ്. ദാറ്റ് മീൻസ് ലോസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ കൂടുതൽ കാശ് കൊടുക്കാനുള്ള വേണ്ട ബ്ലോക്ക് ഓഫ് അസറ്റിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? Yes, sir. Yes. Then പിന്നെ പറയുന്നത് സെക്ഷൻ 41 ആണ്. ഡീംഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡീമിംഗ് പ്രൊവിഷൻ പ്രോഫിറ്റ് അണ്ടർ PGBP. ഡീംഡ് പ്രോഫിറ്റ്. സോ നമ്മൾ ഓൾറെഡി പലയിടത്തായിട്ട് ഡിസ്കസ് ചെയ്താണ്. ഒന്ന് പറയാം. സെക്ഷൻ 41 സബ്സെക്ഷൻ 1 recovery against deduction already claimed. So already deduction claim ചെയ്തത് റിക്കവറി ചെയ്താൽ, സോ നമ്മൾ 35-ലും 35 AD-ലും ഓൾറെഡി 100% എഴുതി കളഞ്ഞ അസറ്റ് സെയിലൊക്കെ നടത്തി കഴിഞ്ഞാൽ 35 നമ്മൾ പറഞ്ഞ അത് എവിടെയാണ് അട്രാക്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ആണ്, PGBP-ൽ. സോ ഡീമിംഗ് പ്രൊവിഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സോ ഡീംഡ് ടു ബി എന്തായിട്ട് കൂട്ടും? ആ ഓൾറെഡി അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ ആ പറഞ്ഞ കിട്ടിയ എമൗണ്ട് എന്തായിട്ട് കൂട്ടും? ഡീം ടു ബി ഇൻകം അണ്ടർ ദ ഹെഡ് PGBP. ഓക്കെ അല്ലേ? Yes, sir. അതുപോലെ സെക്ഷൻ 41 സബ്സെക്ഷൻ 3 സെയിൽ ഓഫ് സയന്റിഫിക് റിസർച്ച് അസറ്റ്. സോ സയന്റിഫിക് റിസർച്ച് അസറ്റ് സെയിൽ ചെയ്താലും എവിടെ വരും? PGBP. ദെൻ നമ്മൾ സെക്ഷൻ 41 സബ്സെക്ഷൻ 2 SLM മെത്തേഡില് ബാലൻസിങ് ചാർജ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യായിരുന്നു. അതും എവിടെയാണ് അട്രാക്ട് ചെയ്യുന്നത്? PGBP-ല്. ദെൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സെക്ഷൻ 41 സബ്സെക്ഷൻ 4 ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്, അതും എവിടെയാണ് ചാർജ് ചെയ്യുന്നത്? PGBP. So deeming provision, deemed to be income as per section 41. Deeming provision ആണ് deemed to be income as per section 41. നമ്മളിപ്പം ഇനി നമുക്ക് മേജർ ആയിട്ട് 4 സെക്ഷൻസ് ആണുള്ളത്. 44AA, 44AB, 44AD,
44 ADA and 44 AE. Presumptive taxation sections ആണ്. സോ ഇതിനകത്ത് ഒന്നിന്റെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. സോ ഇതുവരെയുള്ള സെക്ഷൻസ് സോ ഒന്ന് പറയാവോ? Pgbp സെക്ഷൻസ്. സോ നമ്മൾ 36 വരെ രാവിലെ നടത്തിയിരുന്നു. ദെൻ 37 എന്തായിരുന്നു? സെക്ഷൻ 37 General deduction. general. Okay, so general deductions. So that means ഇതും എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഇൻകം കണ്ടുപിടിക്കുമ്പോൾ കുറയ്ക്കാം. പക്ഷെ എന്തൊക്കെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? 30 മുതൽ 36 വരെയുള്ള ഒന്നിലും ഉണ്ടാകരുത്. എക്സ്ക്ലൂസീവ്ലി എന്താണ്? ഹോളി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആയിരിക്കണം. റവന്യൂ നേച്ചർ ആയിരിക്കണം. അല്ലെ? ലീഗൽ ആയിരിക്കണം. ഇല്ലീഗൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആകാൻ പാടില്ല. അല്ലേ? Yes, sir. Then അത് 37 സബ്സെക്ഷൻ 1-ലായിരുന്നു. നമ്മൾ സെക്ഷൻ 37 സബ്സെക്ഷൻ 2B എന്ത് പറഞ്ഞായിരുന്നു? Advertisement. പൊളിറ്റിക്കൽ പാർട്ടി. സോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏതെങ്കിലും ഇതിനകത്ത് അഡ്വർടൈസ്മെന്റ്. സോ വെറും അഡ്വർടൈസ്മെന്റ് എന്ന് കണ്ടാൽ ഉടനെ ഇത് എഴുതി വെക്കരുത്. വെറും അഡ്വർടൈസ്മെന്റ് എവിടെ അട്രാക്ട് ചെയ്യും? 37 സബ്സെക്ഷൻ 1-ൽ അട്രാക്ട് ചെയ്യും. സോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബ്രൗഷറിലോ പാംലെറ്റിലോ അല്ലെങ്കിൽ അവരുടെ ന്യൂസ് പേപ്പറിലോ ന്യൂസ് ലെറ്ററിലോ എന്തിലെങ്കിലും എന്താണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കാനാണ് ഉദ്ദേശം. അത് സമ്മതിക്കില്ല, ഡിസലൗ ചെയ്യും. ദെൻ പിന്നെ ഏതായിരുന്നു നമ്മൾ ഇത് കഴിഞ്ഞിട്ട്? സോ 37 2B ഒഴിച്ചാൽ ബാക്കി 37 30 to 37 എന്താണ്? ഡിഡക്ഷൻ, അലോവബിൾ ഡിഡക്ഷൻ ആണ്. ദെൻ സെക്ഷൻ 40 ആണ് അല്ലെ? സോ 40-ലാണ് നമ്മൾ 40 ക്ലോസ് എയില് കുറെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. 1A ക്ലോസ് A1A 1A അങ്ങനെ. സോ A1 എന്തായിരുന്നു? AI ആർക്കുള്ള പേയ്മെന്റ് ആയിരുന്നു? Non-resident. സെക്ഷൻ 40A IA ഇവിടെ എന്തായിരുന്നു? പേയ്മെന്റ് ടു നോൺ റെസിഡന്റ്. ഇവിടെ Resident. പേയ്മെന്റ് ടു റെസിഡന്റ്. സോ ഇവിടെയൊക്കെ എന്താ എപ്പോഴാണ് ഡിസലൗ ചെയ്യുന്നുണ്ട്? ഇവിടം വരെ നമ്മൾ എന്താണ്? ഇവിടം വരെ എന്താണ്? ഡിഡക്ഷൻ അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡിസലവൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ TDS ഇത് രണ്ട് കേസിലും TDS പിടിക്കേണ്ടത് TDS പിടിച്ചില്ല, അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് ടൈം ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിലൂടെ അടച്ചിട്ടില്ല എങ്കിൽ ഇവിടെ ആണെങ്കിൽ എത്രയാണ്? 100% ഡിസലവൻസ്. ഇവിടെ ആണെങ്കിലോ 30%. 30%. സോ സ്ഥിരമായിട്ട് നമുക്ക് എക്സാം ആണ്. സോ ഏത് പ്രീവിയസ് ഇയറിലാണോ പേ ചെയ്യുന്നത്, ഈ ഡിസലവ് ചെയ്ത എമൗണ്ട് എന്ത് കിട്ടും? ആ പ്രീവിയസ് ഇയറിൽ അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ. ദെൻ സെക്ഷൻ മെയിൻ ആയിട്ടുള്ളതാണ് പറയുന്നത്. സെക്ഷൻ 40B എന്തായിരുന്നു? പേയ്മെന്റ്സ് ടു പാർട്ട്നേഴ്സ്. ഉണ്ടോ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് മെയിൻ ആയിട്ട് അറിയേണ്ടത്. പാർട്ട്നേഴ്സിന് വരുന്ന പേയ്മെന്റ് ഒന്നുകിൽ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ റെമ്യൂണറേഷൻ ആർക്ക് കൊടുത്താൽ മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ? വർക്കിംഗ് പാർട്ട്ണർ അല്ലെ? ഇൻട്രസ്റ്റ് ആർക്ക് വേണമെങ്കിലാകാം. പക്ഷെ ഈ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഡീഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കണം, ഓതറൈസ്ഡ് ആയിരിക്കണം ഡീഡിൽ. സോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അപ് ടു എന്താണ്? ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് അല്ലെങ്കിൽ 12% per annum. റെമ്യൂണറേഷൻ ആണെങ്കിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സോ ഡീഡിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആക്ച്വൽ പേ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ 40B പ്രകാരം ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ലിമിറ്റ് എത്രയാണ്? ബുക്ക് പ്രോഫിറ്റ് അപ് ടു 3 lakh ആണെങ്കിൽ 1,50,000 or 90% of book profit whichever is higher. പ്ലസ് എക്സസ് ബുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഇത്രയും വരെയാണ് നമുക്ക് കൊടുക്കാവുന്നത്. സോ ആക്ച്വലി കൊടുത്തിരിക്കുന്നോ അല്ലെങ്കിൽ ഇതോ വിച്ചവർ ഈസ് ലെസ് ആണ്, അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ദെൻ ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L. സോ അതിൽ നിന്ന് എന്തൊക്കെ ലെസ് ചെയ്യണം? ഓൾറെഡി ഈ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ P&L റെമ്യൂണറേഷനും ഇൻട്രസ്റ്റും ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ എന്ത് കുറയ്ക്കണം? 40B പ്രകാരം നമുക്ക് അലോവബിൾ ആയിട്ടുള്ള ആക്ട് പ്രകാരം അല്ലെങ്കിൽ പ്രൊവിഷൻ പ്രകാരം അലോവബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അത് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബുക്ക് പ്രോഫിറ്റ്. ദെൻ അതിന്റെ പെർസെൻറ്റേജ്. പിന്നെ ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ സെക്ഷൻ? സെക്ഷൻ 40A2. ഓക്കെ. സോ റിലേറ്റീവിന് പേ ചെയ്യുന്ന എമൗണ്ട് അൺറീസണബിൾ ഓർ എക്സസീവ് പേയ്മെന്റ്സ് ടു റിലേറ്റീവ്സ് unreasonable or
എക്സസീവ്. സോ ആ എക്സസീവ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യും? ഫുള്ള് ഡിസലോ ചെയ്യുമോ? ഇല്ല, എക്സസ് എമൗണ്ട് മാത്രം എക്സസ് എമൗണ്ട് മാത്രം ഡിസലോ ചെയ്യും. ദെൻ സെക്ഷൻ 40A3. സെക്ഷൻ 40A3 എന്താണ് പറയുന്നത്? ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ഏതാണ്? അക്കൗണ്ട് ബൈ ചെക്കോ അക്കൗണ്ട് ബൈ ഡിമാൻഡ് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ബാങ്കിലൂടെ ഉള്ള ഒരു ട്രാൻസാക്ഷനോ അല്ലാതെ നോട്ടിഫൈഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ 10,000-ന് മുകളിലാണെങ്കിൽ എന്തുവരും? ഫുൾ ഡിസലവൻസ്. സോ ട്രാൻസ്പോർട്ടേഴ്സ് ആണെങ്കിൽ 10,000 എന്നുള്ള ലിമിറ്റ് എത്രയായിട്ട് മാറും? 35,000. ഓക്കെ. പേയ്മെന്റ് ഗ്രേറ്റർ ദാൻ ₹10,000. സോ ജസ്റ്റ് ഇത് മാത്രം പറയാണ്, or ₹35,000 as the case may be. പിന്നെ ഡിസ്കസ് ചെയ്ത സെക്ഷൻ ഏതാണ്? മെയിനായിട്ട് സെക്ഷൻ 43B, then section 43A. അല്ലേ? ക്ലിയർ ആണ് ഇത്രയും സെക്ഷൻസ്? Yes, sir. ഓൺ ആക്ച്വൽ പേയ്മെന്റ്. 43A എന്തായിരുന്നു? assets acquired from foreign. Asset acquired from foreign. Loan in foreign currency. So foreign currency loan കൂടെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും സെക്ഷൻസ്? Yes, sir. ഇതെല്ലാം കൂടെ ഒരു മിക്സർ ആയിട്ടായിരിക്കും നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ വരുന്നത്. സോ അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ സെക്ഷൻ പ്ലസ് സബ്സെക്ഷൻ കോട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആസ് പ്രൊപ്പോർഷൻസ് ഓഫ് സെക്ഷൻ. അപ്പൊ നമുക്ക് 35 നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും 35 നമുക്കറിയാം. 35 സബ്സെക്ഷൻ 1 ക്ലോസ് 1 ഉണ്ട്, ക്ലോസ് 4 ഉണ്ട്, 35 സബ്സെക്ഷൻ 2AB ഉണ്ട്, 35 സബ്സെക്ഷൻ 2AA ഉണ്ട്, 35 സബ്സെക്ഷൻ 1 ക്ലോസ് 2A ഉണ്ട് അല്ലേ? സോ ഇത്രയും ക്ലോസസ്. 35 സബ്സെക്ഷൻ 1 2 ഉണ്ട്, ക്ലോസ് 3 ഉണ്ട്. സോ ഇത്രയും എന്താ ബാക്കി നോക്കിനകത്തെല്ലാം ആൻസർ ഒരു ഫിഗർ കിട്ടുക എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ. എല്ലാം എന്താണ്? ലാൻഡിന് ഒഴിച്ച് ബാക്കിയെല്ലാം 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതേപോലെ 35 ADയിലും നമുക്ക് എന്താണ്? ലാൻഡിന് കിട്ടില്ല, ബാക്കിയുള്ള ഇൻവെസ്റ്റ്. സോ ആ സെക്ഷൻ പ്ലസ് അതിനകത്ത് വരുന്ന പ്രൊവിഷൻസ് ക്ലിയർ ആയിട്ട് വർക്ക് നോട്ടായിട്ട് എഴുതുന്നതിലാണ് നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്നത്. സോ ഇത്രയും ക്ലിയർ അല്ലേ? Yes, sir. സോ നമുക്കിനി 5 സെക്ഷൻ ആണുള്ളത്. 44AA ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്, 44AB കമ്പൽസറി ഓഡിറ്റ് അല്ലെങ്കിൽ ടാക്സ് ഓഡിറ്റ്, ദെൻ പ്രിസംപ്റ്റീവ് സെക്ഷൻ 44AD, 44ADA ആൻഡ് 44AE. ഇത്രയും കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്കത് ഈവനിങ് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും സെക്ഷൻസ് ക്ലിയർ ആണോ? എന്തെങ്കിലും sir. ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും സെക്ഷനിൽ? ക്ലിയർ അല്ലേ? Yes, sir. നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന സെക്ഷൻസ് ഉൾപ്പെടെ നമുക്ക് ഇത് ഇത്രയും സെക്ഷൻസ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാം. അതിന്റെ 4 സെക്ഷൻ കൂടെ നാളെ ഇന്ന് വൈകുന്നേരത്തെ സെക്ഷനിലോ നാളെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും ഇന്ന് തന്നെ ഇതൊന്ന് കംപ്ലീറ്റ് സെക്ഷൻസ് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി സെക്ഷൻ ഉൾപ്പെടെ ഒന്ന് മെമ്മറൈസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ബിസിനസ് ഇന്നത്തെ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതോടുകൂടി ബിസിനസിന്റെ എല്ലാ സെക്ഷനും തറവായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഏറ്റവും വലിയൊരു ചാപ്റ്റർ ആണ്. സോ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അത്രത്തോളം എളുപ്പമായിട്ട് തോന്നും ആ എക്സാം. അതുകൊണ്ട് ഉടനെ തന്നെ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഇരുന്ന് ഈ സെക്ഷൻസ് അതിനകത്ത് പറയുന്ന കാര്യങ്ങളും എല്ലാം, അതായത് ഇനിയിപ്പോ ഇത് ഒരു ഫേമിന്റെ കേസിൽ 40B പറയുള്ളൂ. സോ അവിടെ നിന്നിട്ട് ബുക്ക് പ്രോഫിറ്റ് ഉടനെ എടുത്തു അത് കമ്പ്യൂട്ട് ചെയ്യത്തേ ഉള്ളൂ നമ്മൾ. അതുകൊണ്ട് സെക്ഷൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒന്ന് ഓർത്ത് വരിക, പഠിച്ചു വരിക വൈകുന്നേരത്തേക്ക്. സോ വൈകുന്നേരം റിമൈനിങ് പോർഷൻസ് പ്ലസ് 4 സെക്ഷൻസ് അറിയണമെങ്കിൽ നമുക്കത് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എടുക്കാത്തത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഉള്ളത് ഒന്ന് നോക്കി വരണം, പഠിച്ചു വരണം സെക്ഷൻ ഉൾപ്പെടെ. ഓക്കെ ആണോ? Yes, sir. Yes, sir. സോ റിമൈനിങ് പോർഷൻ നമുക്ക് ഈവനിങ് 7:30 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, Thank you, sir. താങ്ക് Thank യു. you, sir.